നമ്മൾ ഇന്ന് പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയലിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റോൺ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സ്റ്റോൺ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എക്സാംസ് എഴുതുന്ന സമയത്ത് എന്തായാലും BM-ൻ്റെ പോർഷൻ ഉണ്ടെങ്കിൽ അതിൽ 1 മാർക്കിനോ 2 മാർക്കിനോ ഒരു ചോദ്യം ഈ സ്റ്റോണിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ ഇടയായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളായിട്ടാണ് ബിൽഡിംഗ് മെറ്റീരിയൽ സ്റ്റോണും മറ്റ് ചാപ്റ്റേഴ്സും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമാണ് മാക്സിമം നമ്പേഴ്സ് നമുക്ക് സ്കോഴ്സും ഇതിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ആദ്യം തന്നെ BM പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ബിൽഡിംഗ് മെറ്റീരിയൽ ഉണ്ട്. അതുപോലെ ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ് സ്റ്റോൺ എന്ന് പറയുന്ന ബിൽഡിംഗ് മെറ്റീരിയലും. നമുക്ക് പണ്ട് കാലഘട്ടങ്ങളിൽ നമുക്കറിയാൻ പറ്റും മനുഷ്യനും മൃഗവും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് കാലഘട്ടത്തിൽ നിന്നും എന്ത് ചെയ്യാണ്, ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പായിരുന്നു സ്റ്റോൺ എന്ന് പറയുന്ന ഒരെണ്ണം ഉപയോഗിച്ച് മനുഷ്യൻ തുടങ്ങിയത്. അതായത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനും മൃഗങ്ങളും ഒരുപോലെ തന്നെ കാട്ടിൽ വേട്ടയാടി നടന്നുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിരിക്കുന്ന സമയത്ത്, ഭക്ഷണം ഉണ്ടാക്കുകയല്ല വേട്ടയാടി കഴിച്ചിരിക്കുന്ന സമയത്ത് എന്താണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലൊരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്, 2 കാലിൽ നടക്കാൻ സാധിക്കുന്നതും 4 കാലിൽ നടക്കാൻ സാധിക്കുന്നതും എന്നാണ്. എന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പഴയ കാലങ്ങളിലുള്ള ചില ഫോട്ടോസൊക്കെ നോക്കുമ്പം മനുഷ്യനും അതുപോലെ തന്നെ കൈകൾ പോലും കുത്തി നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നും നമ്മുടെ എന്താണ് പരിണാമത്തിലാണ് പതിയെ പതിയെ നിവർന്ന് നടക്കാനും 2 കാലിൽ നടക്കാനും തുടങ്ങിയത് അല്ലേ. വിവേചിച്ചറിയാനും വിവേകത്തോടു കൂടെ പെരുമാറാനുമുള്ള ബുദ്ധി ആർക്കുണ്ടായിരുന്നു, മനുഷ്യനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ പതിയെ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങിയത്, വേട്ടയാടുന്ന സമയത്ത് വളരെ കാര്യക്ഷമമായിട്ട് വേട്ടയാടാൻ വേണ്ടിയിട്ട് നല്ല എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവൻ ആദ്യം ഉപയോഗിച്ച് എന്ത് തന്നെയായിരുന്നു, സ്റ്റോൺ തന്നെയായിരുന്നു. ഇത് തന്നെയായിരുന്നു എന്തായിരുന്നു മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. സോ ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യനെയും മൃഗങ്ങളെയും വേർതിരിച്ചത് ആദ്യമായിട്ട് സ്റ്റോണിൻ്റെ ഉപയോഗമാണെന്ന് പറയാൻ പറ്റും. ഈ സ്റ്റോണിൻ്റെ ഉപയോഗം എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹിസ്റ്റോറിക്കൽ കുറച്ച് റെപ്രസെൻറ്റേഷൻ, ഹിസ്റ്റോറിക്കലുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റോണിൻ്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോൺ എന്താണ് എന്നുള്ളൊരു ബേസിക് ഡെഫിനേഷനും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോൺ ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദ നാച്ചുറൽ ഹാർഡ് സബ്സ്റ്റൻസ് ഫോംഡ് ഫ്രം ദ മിനറൽസ് ആൻഡ് എർത്ത് മെറ്റീരിയൽ വിച്ച് ആർ പ്രസൻറ്റ് ഇൻ റോക്സ്. Rock may be defined as the portion of the earth crust having no definite shape and structure. അതായത് എർത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പ്രത്യേക ഷേപ്പോ പ്രത്യേക സ്ട്രക്ചറോ നമുക്ക് പറയാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കരുതാം. ഓക്കെ, അത്തരത്തിലുള്ളവയാണ് എന്ത് പറയുന്നത്, റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എർത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് എർത്തിൻ്റെ ക്രസ്റ്റിൽ പ്രത്യേക ഷേപ്പ് ഒന്നും, നിങ്ങൾ എപ്പോഴെങ്കിലും പാറകൾക്ക് ഒരു പ്രത്യേക ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ചെത്തി ഒരുക്കി എടുക്കുന്നതാണ് പ്രത്യേക ഷേപ്പ്. കോറിയിലൊക്കെ നോക്കുന്ന സമയത്ത് ലാർജ് സ്ട്രക്ചറായിട്ട് കിടക്കുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റോക്ക് എന്ന് പറയുന്നത്. ഈ റോക്കിൽ നിന്നുമാണ് നമ്മൾ എന്ത് എടുക്കുന്നത്, സ്റ്റോൺ എടുക്കുന്നത്. സ്റ്റോൺ ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദ നാച്ചുറൽ ആയിട്ടുള്ള ഹാർഡ് സബ്സ്റ്റൻസ് ആണ് റോക്ക് എന്ന് പറയുന്നത്. ഫോംഡ് ഫ്രം ദ മിനറൽ ആൻഡ് എർത്ത് മെറ്റീരിയൽ വിച്ച് ആർ പ്രസൻറ്റ് ഇൻ റോക്ക്. റോക്കിൽ അടങ്ങിയിട്ടുള്ള മിനറൽസിൽ നിന്നും അതുപോലെ തന്നെ എർത്ത് മെറ്റീരിയൽസിൽ നിന്നും നമ്മൾ എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റോൺ എന്ന് പറയുന്നത്. പക്ഷെ ഇതെന്താണ്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹാർഡ് സബ്സ്റ്റൻസ് ആണ് ഈ പറയുന്ന സ്റ്റോൺ എന്ന് പറയുന്നത്. ഈ ഓൾമോസ്റ്റ് എല്ലാ റോക്കിനും ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ മെയ്ഡ് അപ്പ് ഫ്രം ദ മിനറൽസ് ആൻഡ് ഓർഗാനിക് കമ്പോണൻസ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റേഴ്സ് കൊണ്ടായിരിക്കും ഈ പറയുന്ന പല പല റോക്സ് ഉണ്ട് കേട്ടോ. നമ്മൾ റോക്ക് എന്ന് പറയുമ്പോൾ സാർ എങ്ങനെ ഓർഗാനിക് മാറ്റർ വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഉള്ളിലേക്ക് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, നമുക്ക് എക്സാമിനൊക്കെ ഡെഫിനേഷൻ വെച്ചല്ലേ ചോദിക്കുക. കെമിക്കൽ കമ്പോസിഷൻ എങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്, മിനറൽസ് വെച്ചും അതുപോലെ തന്നെ ഓർഗാനിക് മാറ്റേഴ്സ് വെച്ചും ഉണ്ടാവുന്നതാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന സ്റ്റോൺ എന്ന് പറയുന്നത്. സം ഓഫ് ദ റോക്ക് ഫോമിംഗ് മിനറൽസ് ആർ ക്വാർട്സ്, ഫെൽസ്പാർ, മൈക്ക, ഡോളോമൈറ്റ്. സം ഓഫ് ദ റോക്ക് ഫോമിംഗ് മിനറൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്, ക്വാർട്സ്, ഫെൽസ്പാർ, മൈക്ക, ഡോളോമൈറ്റ്. ഓക്കെ, ക്വാർട്സ്, ഫെൽസ്പാർ, മൈക്ക, ഡോളോമൈറ്റ് ഇവയെല്ലാം തന്നെ എന്താണ്, നമ്മുടെ റോക്ക് ഫോമിംഗ് മിനറൽസ് ആണ്. വേരിയസ് ടൈപ്പ് ഓഫ് റോക്ക് ഫോം വിച്ച് ബിൽഡിംഗ് സ്റ്റോൺസ് ആർ യൂഷ്വലി ഡിറൈവ്ഡ് ആസ് ഗ്രാനൈറ്റ്, ബസാൾ, ട്രാപ്പ്, മാർബിൾ, സ്ലേറ്റ്, സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ. അതായത് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, ഒരു എക്സാമ്പിളിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്ന കുറച്ച് റോക്ക് സാമ്പിൾസിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ പണ്ട് കാലത്ത് നമ്മൾ റോക്ക് ഉപയോഗിച്ചിരുന്നത് വെറും ഒരു ആയുധമായിട്ടായിരുന്നുവെങ്കിൽ കാലക്രമേണ ആയുധത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, നമ്മുടെ അഡാപ്റ്റേഷന് വേണ്ടി
ലിവിങ്ങിന് വേണ്ടി അല്ലേ, പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിൽ പോലും മനുഷ്യന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കേവ് അല്ലേ, ഗുഹകളിലായിരുന്നു അവൻ താമസിച്ചിരുന്നെങ്കിൽ അതുപോലെ തന്നെയുള്ള സ്ട്രക്ചേഴ്സ് വേണം. അപ്പോൾ ഈ ഗുഹകൾ കാണപ്പെടുന്നത് കാടിനുള്ളിലാണെങ്കിൽ അവിടെയല്ല, അവൻ അപ്പോഴേക്കും കൾട്ടിവേഷൻ തുടങ്ങി അല്ലേ, എപ്പോഴും മൃഗങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ കൾട്ടിവേഷൻ തുടങ്ങിയ സമയത്ത് അവൻ എന്ത് ചെയ്യണം, നദീതീരങ്ങളിൽ താമസിക്കേണ്ടി വരണം. അപ്പോൾ ഈ നദീതീരങ്ങളിൽ താമസിക്കേണ്ടി വരണമെങ്കിൽ അവിടെ എന്താണ്, കേജ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കേവ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അവന് ഫോം ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള റോക്സ് ഉപയോഗിച്ചും അല്ലെങ്കിൽ എർത്ത് ഉപയോഗിച്ചും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, കൺസ്ട്രക്ഷൻ അവൻ ആരംഭിക്കാനായിട്ട് തുടങ്ങിയത്. സോ ഇവിടെ 2 ഡെഫിനിഷൻസിനെ കുറിച്ചാണ് സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പോർഷനിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് എന്ത് ചെയ്യാണ്, ഈ ഒരു ചാപ്റ്ററിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? സോ എങ്ങനെയാണ് സ്റ്റോൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എന്താണ് ഒരു ഹ്യൂമൻ്റെ ലൈഫിൽ സ്റ്റോണിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതും എന്താണ് സ്റ്റോൺ ആൻഡ് റോക്ക് തമ്മിലുള്ള ഡിഫറൻസ് ഡെഫിനിഷൻ എന്നുള്ളതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോഴുള്ള എക്സാംസിനൊക്കെ വളരെ IT ലെവൽ ഓഫ് എക്സാമിന് വളരെ സിമ്പിൾ ഡെഫിനിഷൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. റോക്കല്ലേ സ്റ്റോൺ, സ്റ്റോണല്ലേ റോക്ക്. അപ്പോൾ ഡെഫിനിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ ജസ്റ്റ് ഇതൊന്നും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. നമുക്ക് രണ്ടാമത്തെ പോർഷനിലേക്ക് കിടക്കാം. രണ്ടാമത്തെ പോർഷനിലേക്ക് കിടക്കുന്ന സമയത്ത് സ്റ്റോൺ ഹാസ് ബീൻ യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ മോസ്റ്റ് ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് സിൻസ് എന്താണ് പ്രീ ഹിസ്റ്റോറിക് ഏജ്. മോസ്റ്റ് ഓഫ് ദ fonts world over the Taj Mahal of the India and the famous pyramids of the Egypt and Great Wall of the China are the few examples. ഹിസ്റ്റോറിക്കലി നമ്മൾ ഇമ്പോർട്ടൻസ് എടുക്കുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, മനുഷ്യൻ സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രമല്ല ലോകാത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും എന്തിനു ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സ്റ്റോണിനെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ചെറിയ എക്സാമ്പിൾസ് ആണ് ചൈനയിലെ വൻമതിലും ഈജിപ്തിലെ പിരമിഡും. ഓക്കെ, അപ്പോൾ ഈജിപ്തിലെ പിരമിഡിനൊക്കെ നമ്മൾ വളരെ അതിശയത്തോടു കൂടെ നോക്കാറുണ്ട്. കാരണം ഇത്രയും ഹ്യൂജ് ലൈക്ക് സ്ട്രക്ചേഴ്സ് എങ്ങനെ മുകളിൽ വരെ എത്തിപ്പൊക്കി. അതുപോലെ ചൈനയിലെ വൻമതിൽ. പക്ഷെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇന്ത്യയിലെ താജ്മഹൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? വളരെ അട്രാക്റ്റീവായിട്ട് വളരെ ഓർണമെൻ്റൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്, വെള്ള മാർബിൾ കഷ്ണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വളരെ അട്രാക്റ്റീവായിട്ട് അല്ലേ. ബാക്കി ഒരു പിരമിഡിനെ കമ്പയർ ചെയ്യുക, അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരു ഷേപ്പേ വരുന്നുള്ളൂ. രണ്ടാമത്തെ ചൈനയിലെ വൻമതിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഹ്യൂജ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. പക്ഷേ താജ്മഹലിനെ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, ഒരുപോലെ എന്ത് ചെയ്യാണ്, അതിൻ്റെ ആർക്കിടെക്ചറൽ ഇമ്പോർട്ടൻസും അതിനെ കാണാനുള്ള ഭംഗിയും അതിൻ്റെ ഫിനിഷിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പണ്ട് കാലം, അതായത് ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ മുതൽ തന്നെ എന്ത് ചെയ്യാണ്, സ്റ്റോണിൻ്റെ ഇമ്പോർട്ടൻസ് മനുഷ്യൻ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്റ്റോൺ has also been extensively used in the almost all the elements of the building structure. ബിൽഡിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും സ്റ്റോൺസിനെ അവർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആസ് എ ലോഡ് ക്യാരിയിങ് യൂണിറ്റ് ആസ് വെൽ ആസ് for enhancing the beauty and elegance of the structure. As a building material, stone has gradually lost importance with the advent of the സിമെൻറ്റ് ആൻഡ് സ്റ്റീൽ. അതായത് പണ്ട് കാലഘട്ടങ്ങളിൽ ലോഡ് എടുക്കാൻ വേണ്ടി മാത്രമല്ല സ്റ്റോൺ ഉപയോഗിച്ചിരുന്നത്, അട്രാക്റ്റീവ് ആക്കാൻ കൂടി സ്റ്റോൺ ഉപയോഗിച്ചിരുന്നു. പക്ഷെ കാലക്രമേണ സ്റ്റോണിൻ്റെ ഉപയോഗം കുറഞ്ഞു. എന്തായി, സ്റ്റോണിന് നമ്മുടെ സിമെൻറ്റിൻ്റെ ഉപയോഗം വന്നതോടുകൂടെ അതുപോലെ സ്റ്റീലിൻ്റെ ഉപയോഗം വന്നതോടുകൂടെ പതിയെ സ്റ്റോൺ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒഴിവാക്കാൻ തുടങ്ങി. അതിന് പല റീസൺസ് ഉണ്ട്. ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ അതുപോലെ എന്ത് ചെയ്യണം, നല്ല ഹെവി ലോഡ് കാരണം കൊണ്ട് വർക്കേഴ്സിൻ്റെ ആധിക്യം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. അതുപോലെ തന്നെ സെക്കൻഡ്ലി ദ സ്ട്രെങ്ത് ഓഫ് ദ സ്ട്രക്ചറൽ എലമെന്റ് ബിൽഡ് വിത്ത് ദ സ്റ്റോൺ കനോട്ട് ബി റാഷണലി അനലൈസ്ഡ്. അതർ മേജർ ഫങ്ഷൻസ് ഓഫ് ദ overshadowing it use are the difficulties in the transportation and dressing which consume a lots of time resulting in the slow phase of the construction. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റോണിനെ മാറ്റാനായിട്ട് തുടങ്ങിയത്, ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടും ട്രാൻസ്പോർട്ട് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടും സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിൻ്റെ അപര്യാപ്തതയും ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. അതുമാത്രമല്ല ഈ ലോഡ് ക്യാരി അല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പം ഈ സ്റ്റോൺ എത്ര ലോഡ് ക്യാരി ചെയ്യും എന്നുള്ളത് എടുത്തുകൊണ്ട് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, സ്റ്റോണിനെ പതിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവയിലേക്ക് കടന്നത്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ചെങ്കല്ലുകൊണ്ടുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. സ്റ്റോണിൻ്റെ ആർട്ടിഫിഷ്യൽ സ്റ്റോണിലേക്ക് കടന്നു അല്ലേ. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് അല്ലെങ്കിൽ സിമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സിലേക്ക് കടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് സ്റ്റോൺ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, നമുക്കിടയിലേക്ക് ഇദ്ദേഹം എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്നുള്ള കാര്യം. പക്ഷേ ഇതൊന്നുമല്ല എക്സാമിന് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് എന്താണ്, സ്റ്റോണിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇതാണ് സ്റ്റോൺ എങ്കിൽ ഇന്ന് നമ്മൾ ചുറ്റും കാണുന്ന സ്റ്റോണിനെ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? സോ മെയിനായിട്ടും നമുക്ക് സ്റ്റോണിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് കിടക്കാം. സ്റ്റോണിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് കിടക്കുമ്പോൾ
സോ സ്റ്റോണിൻ്റെ ക്ലാസിഫിക്കേഷൻ എടുക്കുമ്പോൾ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ മൂന്നായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ജിയോളജിക്കലി അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിസിക്കലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കെമിക്കലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു പ്രൈമറി ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക് എന്ന് പറയുന്നത്. സോ ഇതിന് തൊട്ട് മുമ്പിൽ നോട്ടായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞാനിങ്ങനെ പറഞ്ഞു പോണതിൻ്റെ കൂടുതൽ പറഞ്ഞു പോയൊരു കാര്യമാണ് ദ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്. ഇത് നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. ഇവിടെ വേണമെങ്കിൽ ഒന്ന് പറയാം. അതായത് സിമെൻറ്റിംഗ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്, പ്രൊട്ടക്റ്റീവ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, സോളിഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. അതായത് ഹിസ്റ്റോറിക്കലി കൺസ്ട്രക്ഷൻ വന്നിരുന്ന സമയത്ത് കൺസ്ട്രക്ഷനിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ആശയം വന്നപ്പോൾ ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് ബിൽഡിംഗ് ഉണ്ടാക്കണം. സോ അവിടെയാണ് എന്ത് പറയുന്നത്? സോളിഡ് മെറ്റീരിയൽസിൻ്റെ ഡിസ്കഷനിലേക്ക് കടന്നു. അതിനുശേഷം മെറ്റീരിയൽ കിട്ടി, പക്ഷേ ഈ മെറ്റീരിയലിനെ കമ്പൈൻ ചെയ്യണ്ടേ? സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ബൈൻഡിങ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വേണം. ഇങ്ങനെ ബൈൻഡ് ചെയ്ത് സ്ട്രക്ചർ ഉണ്ടാക്കിയാലും വെതർ റെസിസ്റ്റൻസ് വേണം, അല്ലെങ്കിൽ വെതറിൻ്റെ എഫക്ട്സ് കാരണം കൊണ്ട് അത് ചിലപ്പോൾ നശിച്ചു പോകാനുള്ള കാരണം ഉണ്ടാവാം. സോ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ, വെതർ റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ഒരു പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽ കൊണ്ട് കവർ ചെയ്യണം. സോ ഇവിടെയായിരുന്നു നമ്മുടെ എന്തായിരുന്നു? പ്രൊട്ടക്റ്റീവ് മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞത്. ശരിയല്ലേ? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്ന സോളിഡ് മെറ്റീരിയൽ വരുന്ന ആളുകളാണ് നമ്മുടെ ബ്രിക്ക്, സ്റ്റോണ് എന്ന് പറയുന്നത്. മനുഷ്യൻ ആദ്യം എടുത്തിരുന്ന ബ്രിക്കാണോ? അല്ല, സ്റ്റോൺ തന്നെയായിരുന്നു. സോ സ്റ്റോൺ ആണ് ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നതും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത് ഞാൻ ഇൻട്രൊഡക്ഷനിലെ ചാപ്റ്ററിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. സോ ഒന്നും കൂടി ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? ഒന്നും കൂടെ പരിചയപ്പെടുത്തുകയാണ്. സോ സ്റ്റോണിനെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തു? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ജിയോളജിക്കൽ, പേരിൽ നിന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഫിസിക്കൽ, കെമിക്കൽ കോമ്പോസിഷനെ ബേസ് ചെയ്ത് ഡിവൈഡ് ചെയ്താൽ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ അപ്പിയറൻസിനെ ബേസ് ചെയ്ത് ഡിവൈഡ് ചെയ്താൽ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? എങ്ങനെ ഫോം ചെയ്തു, ഒരു പ്രൊസീജിയറിലൂടെ ഫോം ചെയ്തു എന്ന് വെച്ചാൽ ആരാണ്? ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. സോ ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓരോരോ ക്ലാസിഫിക്കേഷനിലായിട്ട് കിടക്കാം. ഫസ്റ്റ് വൺ, ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഈ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ എഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മെറ്റീരിയലിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഡിവിഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ, കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. അപ്പോൾ സ്റ്റോണിനെ ഞാൻ എന്തായിട്ട് ഡിവൈഡ് ചെയ്തു? ജിയോളജിക്കൽ, ഫിസിക്കൽ, കെമിക്കൽ. ജിയോളജിക്കലി ഞാൻ എന്തിനെ ഡിവൈഡ് ചെയ്യാണ്? ഇഗ്നിയസ് റോക്ക് ചെയ്ത് ഡിവൈഡ് ചെയ്യാണ്, ഇഗ്നിയസ്. രണ്ടാമത്തെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യാണ്? സെഡിമെൻ്ററി റോക്ക് എന്ന് ഡിവൈഡ് ചെയ്യാണ്, സെഡിമെൻ്ററി. മൂന്നാമത് എന്തായിട്ട് ഡിവൈഡ് ചെയ്യാണ്? മെറ്റാമോർഫിക് റോക്ക്. സോ ഒരു ഭൂമിയുടെ ഒരു ആരംഭ കാലഘട്ടം മുതലോ, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഈ ഭൂമിയുടെ ഓരോരോ സ്ട്രാറ്റ ഫോം ചെയ്ത കാലം മുതൽക്ക് തന്നെ ഈ പറയുന്ന സ്റ്റോണിൻ്റെ ക്ലാസിഫിക്കേഷന് ബന്ധമുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എർത്തിൻ്റെ ക്രസ്റ്റിനടിയിൽ വളരെയധികം ചൂടായിട്ട് മാഗ്മ, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ലാവ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും എന്താണ്, ഒരു തരത്തിൽ സ്റ്റോൺ ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനെയെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോൾട്ടൺ മാഗ്മ അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷനിലൂടെ ഫോം ചെയ്ത കുറച്ച് സ്റ്റോൺസിൻ്റെ ഫോർമേഷൻസിനെ കുറിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. സെഡിമെൻ്ററി റോക്ക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള റോക്കിൽ നിന്നും എന്തെങ്കിലും കാറ്റ് കാരണം കൊണ്ടോ മൃഗങ്ങൾ കാരണം കൊണ്ടോ ഒക്കെ പൊടിഞ്ഞൊക്കെ പോയിട്ട് എന്ത് ചെയ്യാം, താഴത്തേക്ക് ഒലിച്ചു പോകാം. സെഡിമെൻറ്റ്സ് എന്ന് പറയില്ല, അടിഞ്ഞുകൂടുക എന്ന് പറയില്ലേ, അങ്ങനെ അടിഞ്ഞുകൂടിക്കൊണ്ട് എന്ത് ചെയ്യുക, ലെയറായിട്ട് ഫോം ചെയ്താൽ ഉണ്ടാവുന്ന ആരാണ്? സെഡിമെൻ്ററി റോക്കാണ്. അപ്പം മലയുടെ മുകളിൽ ഉണ്ടാകുന്ന റോക്ക് പൊടിഞ്ഞ് താഴത്തെ സമതലങ്ങളിലേക്ക് വരുമ്പം അവിടെ അടിഞ്ഞുകൂടി ഫോം ചെയ്യുന്ന ആരാണ്? സെഡിമെൻ്ററി റോക്കാണ്. കഴിഞ്ഞിട്ടില്ല, എന്ത് ചെയ്യാണ്? മെറ്റാമോർഫിക് റോക്ക്. ഓൾറെഡി ഇഗ്നിയസ് ഉണ്ടായിക്കോട്ടെ, സെഡിമെൻ്ററി ഉണ്ടായിക്കോട്ടെ, ഈ റോക്കുകളെല്ലാം ഉണ്ടായിരിക്കുമ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോക്കിന് ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ച് പുതിയൊരു റോക്ക് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? മെറ്റാമോർഫിക് റോക്ക്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ പല ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ ഒന്നുണ്ട്. ആ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിന് കാലക്രമേണ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു ഫോമിലേക്ക് മാറിക്കൂടെ? സോ അദ്ദേഹമാണ് ആരെന്ന് പറയുന്നത്? മെറ്റാമോർഫിസം, അല്ലെങ്കിൽ മെറ്റാമോർഫിസം എന്ന് പറയുന്ന പ്രൊസീജിയറിലൂടെ കടന്നു വന്ന ഒരാളാണ് മെറ്റാമോർഫിക് റോക്ക്. സോ ഒരു ഐഡിയ കിട്ടി എങ്ങനെ ക്ലാസിഫൈ ചെയ്തു എന്ന്. അതിലെ ഒരാളെ എടുത്തുകൊണ്ട് ഞാൻ ക്ലാസിഫൈ ചെയ്തപ്പം അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയോ?
സോ ഇതൊരു സാമ്പിൾ മാത്രമാണ്. എന്ത് കാര്യം പഠിക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഹിൻറ്റ് നമുക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടുന്നുണ്ടാവില്ല. ലാസ്റ്റ് നിമിഷമാണ് നമ്മളിവ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ആസ് ലൈക്ക് എ പിക്ചർ. ഒരു ഫിലിം കാണുമ്പോൾ എന്താ ഉണ്ടാവുക, ഒരുപാട് സീൻസിനെ അല്ല നിങ്ങളുടെ മുമ്പിൽ തരിക. ചില സിനിമകൾ എന്തായിരിക്കും, പല പല സീൻസിനെ ഇൻ്റർമിക്സ് ചെയ്ത് തരും. അതിനുശേഷം അവസാനമായിരിക്കും എന്തുണ്ടാവുള്ളൂ, ഈ ഒരു പറയുന്ന സീൻസിൻ്റെ ഒക്കെ ഇൻ്റർ കണക്ഷൻ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. സോ അവസാനം എന്തായിരിക്കും, ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടാവും ചെയ്യും. ഒരു പ്രത്യേകത, അവസാന നിമിഷം ഇങ്ങനെ കണക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഏകാഗ്രതയോടുകൂടെ ശ്രദ്ധിച്ചിരിക്കേണ്ടി വരും. സോ നമുക്ക് ഓരോരോ റോക്കിലേക്കായിട്ട് കിടന്നാലോ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലുള്ള ഇഗ്നിയസ് റോക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് ജിയോളജിക്കലി ഫോം ചെയ്ത ഇഗ്നിയസ് റോക്ക്, അതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്കും അതിൻ്റെ പ്രത്യേകതകളിലേക്കുമാണ് നമ്മളിനി പോകാൻ പോകുന്നത്. സോ ഫസ്റ്റ് റോക്ക് ആരാണ്, ഇഗ്നിയസ് റോക്കാണ്. ഈ ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആവശ്യമുള്ള പോയിന്റ്സിനെ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. എക്സാം ബേസ്ഡ് പോയിന്റ്സിനെ മെൻഷൻ ചെയ്തിട്ടാണ് നോട്ട്സ് റെഡിയാക്കിയിരിക്കുന്നത്. ദീസ് റോക്സ് ആർ ഫോംഡ് ബൈ ദ കൂളിംഗ് ഓഫ് മാഗ്മ. നല്ല ചുട്ട് തിളച്ച് പൊള്ളി കിടക്കുന്ന മാഗ്മ കൂൾ ചെയ്ത് തണുത്തുറഞ്ഞ് ഉണ്ടായിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇഗ്നിയസ് റോക്ക്. സോ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. കൂളിംഗ് ഓഫ് മാഗ്മ വഴി ഫോം ചെയ്തിരിക്കുന്നത് ഏത് റോക്കാണ്, ഇഗ്നിയസ് റോക്കാണ്. സോ ഇതിനെ വിളിക്കുന്ന മറ്റു കുറച്ച് പേരുകളുണ്ട്. പ്രൈമറി റോക്ക്, ആദ്യം ഉണ്ടായ റോക്ക് എന്ന അർത്ഥത്തിൽ പ്രൈമറി റോക്ക് എന്നും, അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് എന്നും, ഇറപ്റ്റീവ് റോക്ക് എന്നൊക്കെ വിളിക്കുന്നത് ഇദ്ദേഹത്തിനെയാണ്. സോ ആദ്യം ഉണ്ടായി, അതായത് നമ്മുടെ ഭൂമിയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ ഒരു പൊട്ടിത്തെറിയിലൂടെയോ എങ്ങനെയൊക്കെ ഫോം ചെയ്യുന്ന പല പല തിയറീസ് പറയുന്നുണ്ട്. സോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭൂമിയുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യാണ് ഈ ലാവകൾ ഫോം ചെയ്ത്, അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഒഴുകി പരന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ചുട്ടുപൊളിയൊരു സർഫസ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്ത് ചെയ്യാണ് ക്രസ്റ്റ് ഒക്കെ രൂപം കൊണ്ടതെങ്കിൽ അവിടെ എന്തായിരിക്കും, ഈ തിളച്ച് മറിഞ്ഞു കിടക്കുന്ന ലാവ എന്തായിരിക്കും, തണുത്ത് ഉറഞ്ഞിട്ടായിരിക്കും ആദ്യത്തെ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ളവയാണ് എന്ത് പറയുന്നത്, പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രൈമറി റോക്ക് എന്ന് നമുക്ക് ആരെ വിളിപ്പിക്കാം, ഇഗ്നിയസ് റോക്കിനെ വിളിപ്പിക്കാം. ഈ പ്രൈമറി ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പാറ ആയിക്കൊള്ളട്ടെ, ഒരു പ്ലാസ്റ്റിക് ആയിക്കൊള്ളട്ടെ, ഒരു ഇരുമ്പായിക്കോട്ടെ, തിളച്ച് മറിഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ നല്ല മോൾട്ടൺ ആക്കിയിരിക്കുകയാണ്. അതിനെ ഒരു മോൾഡിലേക്ക് ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, ഒരു കേക്കിൻ്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഈ സ്വർണ്ണമൊക്കെ ഒഴിച്ചിട്ട് നമ്മളൊരു മോൾഡിലേക്ക് ഒഴിച്ച് അച്ചിലേക്ക് ഇട്ടിട്ട് ഒരു ലോഹക്കട്ടി ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അതിനെ നമുക്ക് ഒരു സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ, കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, കമ്പൈൻഡ് ആയിട്ടാണ് അതിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെന്താ പറയാം, അൺസ്ട്രാറ്റിഫൈഡ് ആണ്. പെട്ടെന്ന് അതിനെ സ്ട്രാറ്റായിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ എന്താണ്, സ്ട്രാറ്റായിട്ട് എടുക്കുന്ന ചില സ്റ്റോൺസ് ഉണ്ടാവില്ലേ, ആദ്യം ഒരു ലെയർ ഒഴിച്ചു, കുറച്ച് നേരം കഴിഞ്ഞ് തണുത്തതിന് ശേഷം അടുത്ത ലെയർ ഒഴിച്ചാൽ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും സെപ്പറേറ്റ് ചെയ്ത് എടുത്തൂടെ. സോ അങ്ങനെയുള്ളവയാണ് സ്ട്രാറ്റിഫൈഡ്. ഇത് സ്ട്രാറ്റിഫൈഡ് ആണോ? അല്ല, അൺസ്ട്രാറ്റിഫൈഡ് ആണ്. സോ ഇങ്ങനെ വേണം ജസ്റ്റിഫൈ ചെയ്ത് പഠിക്കാം. ഈ ജസ്റ്റിഫിക്കേഷൻ ആർക്കാണ്? നമുക്കല്ല, നമ്മുടെ മൈൻഡിനാണ്. കൺഫ്യൂഷനുള്ള കാര്യങ്ങൾ അദ്ദേഹം ഓർത്തെടുക്കില്ല. സോ ജസ്റ്റിഫിക്കേഷൻ കൊടുത്ത് അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ ഓർത്തെടുപ്പിക്കാൻ പറ്റുള്ളൂ. സോ പ്രൈമറി ആണ്, അൺസ്ട്രാറ്റിഫൈഡ് ആണ്, ഇറപ്റ്റീവ് ആയിട്ടുള്ള ഒരു റോക്കാണ്. സോ എന്ത് ചെയ്യാം, സോ നമ്മൾ എന്ത് പേര് പഠിച്ചു, ഇറപ്റ്റീവ് ആയിട്ടുള്ള റോക്കാണെന്ന് പഠിച്ചു. are of volcanic origin and are formed as a result of solidification of molten mass lying below or above the earth surface. അതായത് ശക്തമായിട്ടുള്ള ലാവാ പ്രവാഹത്തിൽ എന്തുണ്ടാവുക, ഭൂമിയുടെ മുകളിലേക്ക് എന്ത് ചെയ്യാം, ലാവ ഒഴുകി പരക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നല്ല ഡെപ്തിലേക്ക് ലാവ എന്ത് ചെയ്യാം, ഇങ്ങനെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായിരിക്കും, കട്ട പിടിക്കും. ഇങ്ങനെ കട്ട പിടിച്ച് കഴിഞ്ഞിട്ടും എന്തുണ്ടാവാം, റോക്ക് ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒഴുകി പരന്നുകൊണ്ടോ അല്ലെങ്കിൽ നല്ല ആഴത്തിലേക്ക് എന്ത് ചെയ്യാണ്, ഡെപ്തിലേക്ക് ഇരുന്നു കൊണ്ട് കട്ട പിടിച്ചുകൊണ്ടോ എന്ത് ചെയ്യുക, ഫോം ചെയ്യുന്ന റോക്കുകളാണ് ഈ പറയുന്ന ഇഗ്നിയസ് റോക്കുകൾ എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ ഇറപ്റ്റീവ് റോക്സ്? ഇറപ്റ്റീവ് റോക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറി എന്നൊക്കെയാണ് അർത്ഥം, പൊഴുകി പരക്കുന്നത്. അപ്പോൾ പൊട്ടിത്തെറിയിലൂടെ ഫോം ചെയ്ത് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇറപ്റ്റീവ് റോക്ക് എന്നാണ് വിളിക്കുന്നത്. സോ അതൊക്കെ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാണ്, ഇഗ്നിയസ്, അതിൻ്റെ ഫോർമേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. പ്രൈമറി, അൺസ്ട്രാറ്റിഫൈഡ്, ഇറപ്റ്റീവ് ആയിട്ട് കൂളിംഗ് മാഗ്മ വഴി ഫോം ചെയ്തിരിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്, ഇഗ്നിയസ് റോക്ക്. ഇതിൻ്റെ പ്രിൻസിപ്പൽ കൺസിസ്റ്റുവൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്വാർട്സും മൈക്കയും ഫെൽസ്പാർ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ കൺസിസ്റ്റുവൻ്റ് ക്വാർട്സ്, മൈക്ക ആൻഡ് ഫെൽസ്പാർ. ദ ടെക്സ്ചർ ഓഫ് റോക്ക് ഈസ് ജനറലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റേറ്റ് ഓഫ് കൂളിംഗ് ഓഫ് മാഗ്മ. ഇതിൻ്റെ ടെക്സ്ചർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇദ്ദേഹമാണ് കണ്ടന്റ് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ടെക്സ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് റേറ്റിലാണ് കൂൾ ചെയ്ത് എന്നുള്ളതാണ്. സഡൻ ആയിട്ട് കൂൾഡായി എന്ന് വിചാരിക്കുക, അതിനൊരു സ്ട്രക്ചർ ആയിരിക്കും. പതിയെ കൂൾ ചെയ്താൽ അതിനൊരു ടെക്സ്ചർ ആയിരിക്കും. സോ എങ്ങനെ കൂൾ ചെയ്തു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ടെക്സ്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇത്ര മാത്രമല്ല, ടെക്സ്ചർ ഡിഫൈൻ ചെയ്യുന്ന കൂളിംഗ് റേറ്റിനെ അനുസരിച്ചിട്ടാണെങ്കിൽ ഇതിനെ സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ള ബേസിലാണ്. അതായത് ഞാൻ പറഞ്ഞു, ഓൾറെഡി വേണമെങ്കിൽ ലാവ ഒഴുകി പരക്കാം,
നല്ല ഡെപ്തിലേക്ക് നിന്ന് സോൾഡിഫൈ ചെയ്യാം, കുറച്ച് ഡെപ്തിലേക്ക് സോൾഡിഫൈ ചെയ്യാം. സോ എത്രമാത്രം ഡെപ്തിലേക്കാണ് കിടക്കുന്നത്, എത്രമാത്രം ഡെപ്തിലാണ് ഒഴുകി പരന്നുള്ളത് എന്നതിൻ്റെ ബേസിലാണ് ഈ പറയുന്ന ഇഗ്നിയസ് റോക്കിനെ സബ് ഡിവൈഡ് ചെയ്യുന്നത്. സോ ഇഗ്നിയസ് റോക്കിനെ എഗെയിൻ സബ് ഡിവൈഡ് ചെയ്യുന്നു, 3ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാണ്. സോ ഫസ്റ്റ് നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് സബ് ഡിവിഷൻ എന്നുള്ള കാര്യം. ഫസ്റ്റ് വൺ പ്ലൂട്ടോണിക് റോക്ക്, സെക്കൻഡ് വൺ ഹൈപ്പബസാൾട്ട് റോക്ക്, തേർഡ് വൺ വോൾക്കാനിക് റോക്ക്. വോൾക്കാനിക് റോക്ക് കാണാനില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്. സോ പ്ലൂട്ടോണിക്, ഹൈപ്പബസാൾട്ട് ആൻഡ് വോൾക്കാനിക് റോക്ക്. ഇതിൽ എപ്പോഴും എക്സാംസിന് ചോദിക്കുന്ന ചില പോയിന്റ്സ് ആണ് കേട്ടോ. ദീസ് ആർ ഫോംഡ് ബൈ ദ കൂളിംഗ് ഓഫ് മാഗ്മ അറ്റ് എ കൺസിഡറബിൾ ഡെപ്ത് ഫോം ഓഫ് ദ എർത്ത് സർഫസ്. നല്ല കൺസിഡറബിൾ ഡെപ്തിലേക്ക് എന്ത് ചെയ്യാണ്, മാഗ്മ ഒഴുകി പരന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ സോൾഡിഫൈ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് പ്ലൂട്ടോണിക് റോക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കൺസിഡറബിൾ ഡെപ്ത്. ദ പോയിന്റ് എന്താണ്, കൺസിഡറബിൾ ഡെപ്ത് എന്നാണ് എക്സാമിന് ചോദിക്കുക. കൺസിഡറബിൾ ഡെപ്ത് എന്ന് കണ്ട് ആരെയാണ് ഓപ്റ്റ് ചെയ്യണം, പ്ലൂട്ടോണിനെ ഓപ്റ്റ് ചെയ്യുക, കൺസിഡറബിൾ ഡെപ്ത്. ഓക്കെ. രണ്ടാമത്തത് ദേ പോസസ് കോഴ്സ് ഗ്രെയിൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ്. നല്ല കോഴ്സ് ഗ്രെയിൻഡ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ്. പ്ലൂട്ടോണിക് റോക്സ് ആർ കോമൺലി യൂസ്ഡ് ഇഗ്നിയസ് റോക്ക് ഇൻ ബിൽഡിംഗ് ഇൻഡസ്ട്രി. അതായത് ഇഗ്നിയസ് റോക്കിൽ തന്നെ ആരെയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്ലൂട്ടോണിക് റോക്സിനെയാണ്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ഇനിയുള്ള എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിന്റ് ആണ്. കോമൺലി യൂസ് ചെയ്യുന്ന ആരെയാണ്, പ്ലൂട്ടോണിക് റോക്കിനെയാണ്. എക്സാമ്പിൾസ് ആരൊക്കെയാണ്, ഗ്രാനൈറ്റ് ഉണ്ട്, സയനൈറ്റ് ഉണ്ട്, ഇതിന് എന്ത് ചെയ്യാണ്, ഡയോറൈറ്റ് ഉണ്ട്, ഗാബ്രോ എന്ന് പറയുന്ന സ്റ്റോൺ ഉണ്ട്. ഒരാളെ മാത്രമേ പരിചയമുള്ളൂ അല്ലേ, ഗ്രാനൈറ്റിനെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ ആൾ എന്നുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഹൈപ്പബസാൾട്ട് എന്ന് പറയുന്നത് ദേ ആർ ഫോംഡ് ബൈ ദ കൂളിംഗ് ഓഫ് മാഗ്മ അറ്റ് റിലേറ്റീവ്ലി ഷാലോ ഡെപ്ത്. ഇവിടെ എന്താണ്, കൺസിഡറബിൾ ഡെപ്ത് ആണെങ്കിൽ ഇവിടെ ഷാലോ ഡെപ്ത് എന്ന് ആലോചിച്ച് വെക്കുക. ഷാലോ ഡെപ്ത്. സോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷാലോ ഡെപ്ത് എന്ന് കണ്ട ആരാണ്, ഹൈപ്പബസാൾട്ട്. ഞാൻ ആലോചിക്കാറ് ഷാലോയിലെ എച്ചും ഹൈപ്പബസാൾട്ടിൻ്റെ എച്ചും എടുക്കും. അപ്പം ഇദ്ദേഹം എന്താണ്, ഷാലോ ഹൈപ്പബസാൾട്ട് ആണ്. ദിസ് ഈസ് പ്രോസസ് എന്താണ്, ഫൈൻലി ഗ്രൈൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ്. ഇവിടെ എന്താണ്, കോഴ്സ് ഗ്രൈൻഡ് ആയിരുന്നു, ഇവിടെ ഫൈൻലി ഗ്രൈൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ്. എക്സാമ്പിൾ എന്താണ്, ഡോളറൈറ്റ് ആണ്. ഓക്കെ ആണോ, ഡോളറൈറ്റ്. ഇനി മൂന്നാമതൊരാളും കൂടി ഉണ്ട്. മൂന്നാമത്തെ ആളിലേക്ക് കിടക്കുമ്പം അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, വോൾക്കാനിക് ആണ് അല്ലേ, വോൾക്കാനിക്. അപ്പം ഒന്ന് ഒരു കൺസിഡറബിൾ ഡെപ്തിലേക്കും പോയി, രണ്ടാമത്തെ ആൾ ഷാലോ ഡെപ്തിലേക്കും പോയി. ഇനി താഴത്തേക്ക് പോകാനുണ്ടോ, ഇല്ല. ഇനി എവിടേക്കാണുള്ളത്, മുകളിലേക്കാണുള്ളത്. സോ മുകളിൽ ഒഴുകി പരക്കുന്നത് ദ മോൾട്ടൺ മാസ് കോൾഡ് മാഗ്മ ഈസ് ഫോഴ്സ്ഡ് up as volcanic eruption and spreads over the surface of the earth where it solidified forming basalt and trap. ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന എക്സാമ്പിൾ ബസാൾട്ട് ആൻഡ് ട്രാപ്പ് ആണ്. അതുപോലെ തന്നെ ഈ ബസാൾട്ട് ആൻഡ് ട്രാപ്പിൽ വരുന്ന ഒരു ക്ലാസ്, അത് ഏത് ക്ലാസിഫിക്കേഷനിലാണ് പെടുന്നത് ചോദിച്ചാൽ വോൾക്കാനിക് റോക്കിലാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശക്തമായിട്ടുള്ള ലാവാ പ്രവാഹം വരുന്ന സമയത്ത്, അതായത് മോൾട്ടൺ ആയിട്ടുള്ള മാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാഗ്മ എന്ന് വിളിക്കുന്നു. ഒഴുകി ഒലിച്ചിട്ടുള്ള ഒരു മോൾട്ടൺ മാസിനെയാണ് മാഗ്മ എന്ന് വിളിക്കുക. ഈ മാഗ്മ എന്ത് ചെയ്യാണ്, സർഫസിലൂടെ ഒഴുകി പരന്ന് ഫോം ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത്, വോൾക്കാനിക് റോക്ക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണെന്ന് പറയുന്നത് ബസാൾട്ട്. ഓക്കെ, ഗ്രാനൈറ്റ്, ഡോളറൈറ്റ്, ബസാൾട്ട് എന്നാണ് പറയുന്നത്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എഫ്യൂസീവ് റോക്ക് എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് എഫ്യൂസീവ് റോക്ക്. These are formed by the pouring of magma at earth surface. Important ആയിട്ടുള്ള പോയിന്റ് ആണ്. They possess extremely fine grain. അപ്പോൾ കോഴ്സ് ഗ്രൈൻഡ് പഠിച്ചു, ഡെപ്തിലാണെങ്കിൽ അതിന് മുകളിൽ എന്താണ്, ഫൈൻ ഗ്രൈൻഡ് പഠിച്ചു. ഇവിടെ മുകളിലാണെങ്കിൽ എന്താണ്, എക്സ്ട്രീംലി ഫൈൻ ഗ്രൈൻഡ് പഠിച്ചു. ഓക്കെ ആണോ, ക്ലിയർ ആണ്. സോ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഇതാണ് നമ്മുടെ ഇഗ്നിയസ് റോക്കിലെ തന്നെ മൂന്നാമത്തെ ഡിവിഷനായിട്ടുള്ള വോൾക്കാനിക് റോക്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വോൾക്കാനിക് റോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്ലൂട്ടോണിക്കും അതുപോലെ തന്നെ ഹൈപ്പബസാൾട്ട് റോക്കിനെയും കമ്പയർ ചെയ്യുമ്പം ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഈ മോൾട്ടൺ മാസ് നമ്മുടെ സർഫസിൽ പോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർഫസിൽ എന്ത് ചെയ്യാണ്, സോൾഡിഫൈ ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്ന ആളിനെയാണ് എന്ത് പറയുന്നത്, വോൾക്കാനിക് റോക്ക് എന്ന് പറയുന്നത്. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് എന്ത് നോട്ട് ചെയ്യാൻ പറ്റും, the molten mass is called magma is forced up as volcanic eruption and is spread over the surface of the earth where it solidifies forming a basalt and trap.
അതായത് സാധാരണയായിട്ട് ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുമ്പോൾ ഏതാ പറയാറുള്ളത്? ബസാൾട്ടിനെയും ട്രാപ്പിനെയാണ് പറയാറുള്ളത്. അതിൽ തന്നെ കുറച്ചും കൂടെ പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ബസാൾട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മോൾട്ടൺ മെറ്റൽ ആയിട്ടുള്ള ഇത്തരത്തിൽ വരുന്ന ഈ മോൾട്ടൺ മെറ്റലിന് പറയുന്ന പേരെന്താണ്? മാഗ്മ എന്നാണ് പറയുന്നത്. ഈ മാഗ്മ എർത്തിൻ്റെ സർഫസിൽ, ഇപ്പോൾ എർത്തിൻ്റെ സർഫസ് ആണെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ അത് എന്ത് ചെയ്യാണ്? ഒഴുകി പരന്നുകൊണ്ട് സർഫസ് ലെയറിൽ ഫോം ചെയ്യുന്ന ആളിനെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ വോൾക്കാനിക് റോക്ക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ആരെന്ന് പറയുന്നത്? ബസാൾട്ട് എന്ന് പറയുന്നത്. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എഫ്യൂസീവ് റോക്ക്. എഫ്യൂസീവ് റോക്ക് എന്ന് ആരെയാണ് വിളിക്കുന്നത്? വോൾക്കാനിക് റോക്കിനെയാണ് എഫ്യൂസീവ് റോക്ക് എന്ന് വിളിക്കുന്നത്. ഇതിൽ എന്താണ്? എർത്ത് സർഫസ് എന്നുള്ളതാണ് ഒരു കീവേഡ് എങ്കിൽ രണ്ടാമത്തേത് എന്താണ്? എഫ്യൂസീവ് റോക്ക്. എർത്ത് സർഫസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനിലെ കീവേഡാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എർത്ത് സർഫസ് എന്ന് കണ്ടാലും ഷാലോ ഡെപ്ത് എന്ന് കണ്ടാലും കൺസിഡറബിൾ ഡെപ്ത് എന്ന് കണ്ടാലും ഏത് ഓപ്ഷൻ വേണം ചൂസ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് എക്സ്ട്രീംലി ഫൈൻ ഗ്രെയിൻഡ് ആണ്. നമ്മൾ ഓൾറെഡി മറ്റേ രണ്ടെണ്ണത്തിൻ്റെ കേസിൽ പറഞ്ഞു. ഇവിടെ എക്സ്ട്രീംലി ഫൈൻ ഗ്രെയിൻഡ് ആണ്. എക്സാമ്പിളാണ് ബസാൾട്ട്. അപ്പോൾ GDB ഗ്രാനൈറ്റ്, ഡോളമൈറ്റ്, പിന്നെ എന്താണ്? ബസാൾട്ട് എന്ന് പറയുന്നത് GDB ആണ് ഇവിടെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി നമ്മുടെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അതുപോലെ തന്നെ നമ്മൾ അതിൽ തന്നെ പറഞ്ഞു ഇഗ്നിയസ് റോക്ക് ഉണ്ട്, സെഡിമെൻ്ററി റോക്ക് ഉണ്ട്, മെറ്റാമോർഫിക് റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള സെഡിമെൻ്ററി റോക്കിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. പേരിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. സെഡിമെൻ്ററി റോക്ക്, സെഡിമെൻസിലൂടെ ഫോം ചെയ്യുന്ന റോക്ക്. വാട്ട് യു മീൻ ബൈ സെഡിമെൻസ്? സെഡിമെൻസ് എന്ന് പറഞ്ഞാൽ അവക്ഷിപ്തം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് ആയിട്ട് ഫോം ചെയ്യുക, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഉപോൽപ്പന്നമായിട്ട് വരിക, അല്ലെങ്കിൽ അങ്ങനെ വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? സെഡിമെൻസ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഇവിടെ സെഡിമെൻസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയുടെ മുകളിൽ ഒരുപാട് എന്തായിരിക്കും? പാറകളും പലതരത്തിലുള്ള പാറക്കഷ്ണങ്ങളും ഉണ്ടാവാം. മഴ കൊണ്ടോ കാറ്റ് കൊണ്ടോ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ പ്രവർത്തനം കൊണ്ട് എന്ത് ചെയ്യാം? അവിടെ നിന്ന് പാറ പൊടിഞ്ഞു എന്ത് ചെയ്യാം? താഴത്തേക്ക് ഒഴുകി വരുന്ന വെള്ളത്തിനൊപ്പം വരാം. അപ്പോൾ സമതലങ്ങളിലേക്ക് വരുമ്പം അതായത് എന്ത് ചെയ്യാണ്? നമ്മൾ ജിയോടെക്കിലൊക്കെ പഠിക്കുന്നുണ്ടാവും. നമ്മൾ ഒരു ജിയോളജിക്കൽ കണ്ടീഷൻ പഠിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹില്ലി റീജിയൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഹില്ലി റീജിയൻ ഉണ്ട്. ഈ ഹില്ലി റീജിയനിൽ ഒരുപാട് എന്തുണ്ടാവും? റോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ പ്രസൻസിൽ എന്തുണ്ട്? ഈ പറയുന്ന എലമെൻസിനൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? താഴത്തേക്ക് ഒഴുകി വരാം അല്ലേ? അപ്പോൾ ഈ ഒഴുകി വരുന്ന വെള്ളത്തിനൊപ്പം എന്തുണ്ട്? ഈ റോക്കിൻ്റെ പാർട്സും കൂടെ താഴത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ റോക്കിൻ്റെ പാർട്സ് എന്ത് ചെയ്യാണ്? ഇവിടെ വന്ന് ലെയറായിട്ട് അടിഞ്ഞുകൂടും. അപ്പം നിങ്ങൾക്കറിയാം ഒഴുകി വരുമ്പോൾ പ്രത്യേകത അറിയാം. ആദ്യം ഒരു പ്രാവശ്യം ഒഴുകി വരുമ്പോൾ ഒരു ലെയർ, മണൽ നമ്മൾ കണ്ടിട്ടില്ലേ പുഴയിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു ലെയറായിട്ട് അടിഞ്ഞുകൂടി ഉണ്ടാവും, അല്ലെങ്കിൽ കട്ടകളായിട്ട്, അതിന് മുകളിൽ മറ്റൊരു കട്ടയായിട്ട്, ഇങ്ങനെ അടിഞ്ഞുകൂടിയാണ് ഫോം ചെയ്യുക. അപ്പോൾ സെഡിമെൻസ് ആയിട്ട് ഫോം ചെയ്യും. ഇതൊരു രീതി മാത്രമാണ് കേട്ടോ. പല രീതിയിൽ ഫോം ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു രീതി എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. അതിനെ നമുക്ക് എന്ത് പറയാം? സെഡിമെൻ്ററി റോക്ക് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റയായിട്ടാണ് ഇദ്ദേഹം ഫോം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് എന്തിന് എക്സാമ്പിളായിട്ട് പറയാം? ഇതിനെ മറ്റൊരു പേര് വിളിക്കാം, സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് വിളിക്കാം അല്ലേ? ഒരു ഡെഫിനിറ്റ് സ്ട്രാറ്റ അത് കീപ്പ് ചെയ്യുന്നില്ലേ? സോ ഇറ്റ് ഈസ് നോൺ ആസ് സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് വിളിക്കാം, അക്വസ് റോക്ക് എന്ന് വിളിക്കാം. അപ്പോൾ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ട് കൺഫ്യൂഷൻ ആവരുത്. സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറഞ്ഞാലും അക്വസ് റോക്ക് എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? സെഡിമെൻ്ററി റോക്ക് തന്നെയാണ്. ഓക്കെ അല്ലേ? രണ്ടാമത്തത് ദ വേരിയസ് വെതറിംഗ് ഏജൻസീസ്, എക്സാമ്പിൾ റെയിൻ, സൺ, എയർ, ഫ്രോസ്റ്റ് എക്സെട്ര ബ്രേക്ക് അപ്പ് ദ സർഫസ് ഓഫ് ദ എർത്ത്. റെയിൻ വാട്ടർ ക്യാരീസ് ഡൗൺ ദീസ് ബ്രോക്കൺ പീസസ് ടു ദ റിവർ. അതായത് ഏതെങ്കിലും ഒരു അറ്റ്മോസ്ഫറിക് പ്രവർത്തനങ്ങളുടെ ഫലമായി വലിയ പാറക്കെട്ടുകൾ പൊടിഞ്ഞുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ വെള്ളത്തിലൂടെ കലർന്ന് താഴത്തേക്ക് വരുന്നു. ആസ് ദ റിവർ ഡിസെൻഡ്സ് ഡൗൺ ടു ദ പ്ലെയിൻസ് ദ വെലോസിറ്റി ഡിക്രീസസ് ഗ്രാജുവലി ആൻഡ് ദ സെഡിമെൻറ്റ്സ് ഡിസിൻറ്റഗ്രേറ്റഡ് റോക്ക് പീസസ്, സാൻഡ്, സിൽട്ട്, ക്ലേ എന്ത് ചെയ്യുന്നു? In the water settle due to the seasonal variation, sedimentation take place in layer. With time, the sediments get consolidated in horizontal bed due to the pressure exerted by the overlying material. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സാധനത്തിനെ തന്നെയാണ് ഇവിടെ നമ്മൾ നോട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, പൊടിഞ്ഞ് ഉണ്ടായി വരുന്ന എന്തുണ്ടാവുന്നു? ഈ എലമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു? താഴത്തേക്ക് ഒഴുകി വരികയും പല കാലങ്ങളിൽ ഒഴുകി വരുന്ന കാരണം കൊണ്ട് അത് ഓരോരോ ലെയറായിട്ട് ഫോം ചെയ്യുന്നു. ഈ ലെയറായിട്ട് ഫോം ചെയ്യുന്നത് കാലക്രമേണ മുകളിൽ ലെയറുകൾ വരുമ്പോൾ അതിൻ്റെ ഭാരം കൊണ്ട് താഴെ വരുന്ന ലെയറുകൾ അടിഞ്ഞുകൂടി കട്ടിയാകപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്യുന്നവയാണ് എന്ത് പറയുന്നത്? സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്നവയാണ് എന്ത് പറയുന്നത്? സെഡിമെൻ്ററി റോക്ക്.
ഓക്കെ, ക്ലിയർ ആണോ? സോ സെഡിമെന്റ്സ് കൊണ്ട് ഫോം ചെയ്യുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അടിഞ്ഞുകൂടി ഫോം ചെയ്യുക എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്ട്രാറ്റിഫൈഡ് റോക്സ്, അതുപോലെ അക്വസ് റോക്ക്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇതിൽ സ്ട്രാറ്റിഫൈഡ് എന്നുള്ളത് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ബ്ലൈൻഡ് ആയിട്ടൊരു ഒരു മണ്ണിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു പാറയുടെ പേരോ ഇത് ഏതിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് സെഡിമെൻ്റ് ആണോ, ഇഗ്നിയസ് ആണോ, മെറ്റാമോർഫിക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് സ്ട്രാറ്റിഫൈഡ് ആണോ അൺസ്ട്രാറ്റിഫൈഡ് ആണോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിനും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പേര് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകം പഠിച്ചെടുക്കുക, അക്വസ് റോക്ക് ആൻഡ് സ്ട്രാറ്റിഫൈഡ് റോക്ക്. അപ്പോൾ ഇഗ്നിയസിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓക്കെ ആയോ? അപ്പോൾ നമ്മൾ പഠിച്ച ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഇഗ്നിയസ് റോക്ക്, സെഡിമെൻ്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക് ആണ്. ഇഗ്നിയസ് റോക്കിൽ വരുന്നത് ഏതൊക്കെയാണ്? പ്ലൂട്ടോണിക് റോക്ക്, ഹൈപ്പർബസാൾട്ട് റോക്ക്, അതുപോലെ തന്നെ എന്താണ് വോൾക്കാനിക് റോക്ക് ആണ്. കൺസിഡറബിൾ ഡെപ്തിൽ ഫോം ചെയ്യുന്നു, ഷാലോ ഡെപ്തിൽ ഫോം ചെയ്യുന്നു, അതുപോലെ സർഫസിൽ ഫോം ചെയ്യുന്നു. ഗ്രാനൈറ്റ്, ഡോളമൈറ്റ്, അതുപോലെ തന്നെ ബസാൾട്ട് വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് സെഡിമെൻ്ററി റോക്കാണ്. നെക്സ്റ്റ് എന്ത് ചെയ്യാം? സെഡിമെൻ്ററി റോക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. സെഡിമെൻ്ററി റോക്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുമ്പോൾ ദീസ് റോക്സ് ആർ ഫോംഡ് ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് വെതറിങ് ഓൺ ദ പ്രീ എക്സിസ്റ്റിംഗ് റോക്സ്. ഓൾറെഡി പുതിയതായിട്ടൊരു റോക്ക് ഫോം ചെയ്യുകയല്ല, തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന റോക്കിൽ നിന്നും കൺവേർട്ടഡ് ആയിട്ട്, അതായത് എന്ത് ചെയ്യാണ്? റോക്സ് ആർ ഫോംഡ് ബൈ ദ ഡിപ്പോസിഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ വെതറിങ് ഓഫ് ദ പ്രീ എക്സിസ്റ്റിംഗ് റോക്ക്. മുമ്പ് എക്സിസ്റ്റ് ചെയ്തിരുന്ന റോക്കിൽ വെതറിങ് സംഭവിച്ചുകൊണ്ട് ഫോം ചെയ്യുന്നതാണ് ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന റോക്ക് എന്ന് പറയുന്നത്, അല്ലെ? അക്വസ് റോക്ക് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റോക്ക് അല്ലെങ്കിൽ സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും പറഞ്ഞു പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? അനദർ നെയിംസും കൂടെ പറഞ്ഞു പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്രാവൽ, സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, ജിപ്സം എന്നുള്ളവയെല്ലാം തന്നെ എക്സാമ്പിളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. സാൻഡ്സ്റ്റോണും ലൈംസ്റ്റോണും ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. സെഡിമെൻ്ററി റോക്കിന് എക്സാമ്പിൾ ആണ്. ഇതെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏത് ലെവൽ ഓഫ് എക്സാമിനാണെങ്കിലും ഏറ്റവും പ്രയോറിറ്റിയുള്ള 2-3 ടോപ്പിക്സിൽ ഒരെണ്ണമാണ് സ്റ്റോണ്, ബ്രിക്ക്, ടിമ്പർ, അതുപോലെ തന്നെ നമ്മുടെ സിമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫോളോവിങ് 4 ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഒക്കെ. ഇതിൽ തന്നെ വെതറിങ് കാരണം കൊണ്ട് ഡെപ്പോസിറ്റ്സ് ഉണ്ടാവുമെന്ന് പറയുമ്പോഴും മെയിനായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? 4 ടൈപ്പിൽ ഈ ഡെപ്പോസിറ്റ്സിനെ നമുക്ക് വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ റെസിജ്വൽ ഡെപ്പോസിറ്റ് ആണ്. Some portion of the product of weathering remains at the site of origin. Such deposit is known as residual deposit എന്ന് പറയും. നിങ്ങൾ ഇതിനെക്കുറിച്ച് എവിടെ പഠിച്ചിട്ടുണ്ടാവും? നമ്മുടെ ജിയോടെക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒറിജിൻ ഓഫ് സോയിലിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് വലിയൊരു മലനിരകൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ മലനിരകളിൽ ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യാണ്? വെതറിങ് ആക്ഷൻ കാരണം കൊണ്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്? പൊടിഞ്ഞു തരികളായിട്ട് ഈ റോക്സ് വീഴാണ്. അപ്പോൾ ഈ റോക്സ് വീഴുമ്പോൾ നമുക്ക് 2 ചാൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഈ റോക്കിൻ്റെ പൊടികൾ എന്ത് ചെയ്യാം? ഈ താഴ്വാരത്തിൽ തന്നെ കിടക്കാം, അല്ലേ? ഈ താഴ്വാരത്തിൽ തന്നെ കിടന്ന് എന്ത് ചെയ്യാം? അടിഞ്ഞുകൂടാം. അല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവാം? വെള്ളത്തിൻ്റെയോ മറ്റെന്തിൻ്റെങ്കിലും സഹായത്തോടു കൂടെ ഇവ താഴത്തേക്ക് ഒലിച്ചു പോയി മറ്റെവിടെയെങ്കിലും എന്തുണ്ടാവാം? ഡെപ്പോസിഷനായിട്ട് ഫോം ചെയ്യാം. മറ്റെവിടെയെങ്കിലും എന്തുണ്ടാവാം? ഡെപ്പോസിഷനായിട്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ മലയുടെ തൊട്ട് താഴത്തുള്ള ഈ താഴ്വാരത്തിൽ തന്നെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഈ റോക്കിൻ്റെ പാർട്ടിക്കിൾസ് വീണ് അവിടെ മറ്റൊരു റോക്ക് ഫോം ചെയ്യുകയാണെങ്കിൽ ആ റോക്കിനെ വിളിക്കുന്ന പേരാണ് റെസിജ്വൽ ഡെപ്പോസിറ്റ്. എവിടെയാണോ വെതറിങ് സംഭവിച്ചത് അവിടെ തന്നെയാണ് റോക്കിൻ്റെ പാർട്ടിക്കിൾ വീണുകൊണ്ട് റോക്കായി കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് റെസിജ്വൽ ഡെപ്പോസിറ്റ്. ക്ലിയർ ആണെന്ന്? ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഡൗട്ട് അടിക്കേണ്ട, നോട്ട്സ് എഴുതി കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട, സിമ്പിളായിട്ട് മനസ്സിലേക്ക് പഠിച്ചെടുത്താൽ മതി. രണ്ടാമത്തേത് സെഡിമെൻ്ററി ഡെപ്പോസിറ്റ് തന്നെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ദ ഇൻസൊല്യൂബിൾ പ്രൊഡക്റ്റ് ഇഫ് വെതറിങ്സ് ആർ ക്യാരിഡ് എവേ ഇൻ സസ്പെൻഷൻ ആൻഡ് ഡെപ്പോസിറ്റഡ് അറ്റ് സം അതർ പ്ലേസസ്, ദീസ് ആർ കോൾഡ് സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്സ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള വെതറിങ് ആക്ഷൻ കൊണ്ട് അവിടെ നിന്നും ക്യാരി ചെയ്ത് സസ്പെൻഡ് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാണ്? സം അതർ പ്ലേസിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്? വെള്ളത്തിൻ്റെ സഹായത്തോടു കൂടെയൊക്കെ വെള്ളം കൊണ്ട് എന്ത് ചെയ്യാണ്? ഇവിടെ നിന്ന് ക്യാരി ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്? അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ എന്ത് ചെയ്യാണ്? ഒരു റോക്ക് ലൈക്ക് സ്ട്രക്ചറായിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ എന്ത് പറയാണ്? അദ്ദേഹത്തെ പറയുന്ന പേരാണ് സെഡിമെൻ്ററി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നു. റെസിജ്വൽ, സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്. നെക്സ്റ്റ് വൺ കെമിക്കൽ ഡെപ്പോസിറ്റ് ആണ്. Some materials are carried away in the suspension and deposited by some
physico-chemical process such as evaporation, precipitation, etc. Such deposits are called chemical deposition. അതായത് വേറൊന്നുമില്ല, ഇവിടെ നിന്ന് റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നതും മറ്റൊടത്ത് പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ ഏതെങ്കിലും നമ്മുടെ ഫിസിക്കോ കെമിക്കൽ പ്രൊസീജിയറിലൂടെയാണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ കാരണമാകുന്ന ഒരു പ്രൊസീജിയറിൻ്റെ പ്രത്യേകതയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. അതിനെ എന്ത് പറയുന്നു? കെമിക്കൽ ഡെപ്പോസിറ്റ് എന്നാണ് പറയുന്നത്. ബൈ സം എന്താണ്? ഫിസിക്കോ കെമിക്കൽ പ്രോസസ്സ് കാരണം കൊണ്ടാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തെ എന്ത് പറയുന്നു? കെമിക്കൽ ഡെപ്പോസിറ്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇഗ്നിയസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെഡിമെൻ്ററിയിൽ വേണമെങ്കിൽ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാവുന്നവയാണ് റെസിജ്വൽ ഡെപ്പോസിറ്റ്, സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്, കെമിക്കൽ ഡെപ്പോസിറ്റ്. ഒരെണ്ണം കൂടെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല, ഒരാളെയും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അയാൾ ആരാണെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ പേരാണ് ഓർഗാനിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓർഗാനിക് ഡെപ്പോസിറ്റ് എന്താണ്? ഓർഗാനിക് ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത പേരിൽ തന്നെയുണ്ട് അല്ലേ? ഓർഗാനിക് എന്നുള്ള പേരിൽ തന്നെയുണ്ട്. സം പോർഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് അല്ലേ? നമ്മൾ മൂന്നാമത് ഡിസ്കസ് ചെയ്തത് ഏതൊരു പ്രൊസീജിയർ വഴിയാണ് ഉണ്ടായിട്ട് പോകുന്നത് എന്നുള്ള കെമിക്കൽ പ്രൊസീജിയർ ആണെങ്കിൽ പേര് കൊടുത്തു. Some portion of the product of weathering gets deposited throughout the agency of organism. Such deposit are called organic deposit എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും പോർഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ്? വെതറിങ് സംഭവിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാണ്. എന്തിൻ്റെ കാരണം കൊണ്ട്? ഓർഗാനിസംസിൻ്റെ കാരണം കൊണ്ടാണെങ്കിൽ സച്ച് ഡെപ്പോസിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത് പറയാം? ഓർഗാനിക് ഡെപ്പോസിറ്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഒരു കാരണത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. നെക്സ്റ്റ്, അപ്പോൾ നമുക്ക് എന്ത് പഠിച്ചു? നമ്മൾ 3 എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു. റെസിജ്വൽ, സെഡിമെൻ്ററി, അതുപോലെ എന്താണ് കെമിക്കൽ പഠിച്ചു. ദെൻ ഓർഗാനിക് ഡെപ്പോസിറ്റ് പഠിച്ചു. അപ്പോൾ നമ്മുടെ ഡിവിഷൻ, നമ്മുടെ ഫ്ലോ ചാർട്ടിൽ ആര് കഴിഞ്ഞു? ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ഇഗ്നിയസ് റോക്ക് കഴിഞ്ഞു, സെഡിമെൻ്ററി റോക്ക് കഴിഞ്ഞു. മൂന്നാമതൊരാളുണ്ട്, ആരാണ്? മെറ്റാമോർഫിക് റോക്കാണ് അല്ലേ? അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ഓർത്തെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഡായിട്ട് പറയുകയാണ്, ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? റോക്കായിരുന്നു അല്ലേ? ഈ റോക്കിനെ നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തു? ജിയോളജിക്കലി ക്ലാസിഫൈ ചെയ്യാം, ഫിസിക്കലി ക്ലാസിഫൈ ചെയ്യാം, കെമിക്കലി ക്ലാസിഫൈ ചെയ്യാം. ശരിയല്ലേ? ഓക്കെ, ജിയോളജിക്കലി, ഫിസിക്കലി, കെമിക്കലി ക്ലാസിഫൈ ചെയ്യാം. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ത് ക്ലാസിഫൈ ചെയ്യാം? ഇഗ്നിയസ് റോക്ക് ക്ലാസിഫൈ ചെയ്യാം, സെഡിമെൻ്ററി റോക്ക് ക്ലാസിഫൈ ചെയ്യാം, മെറ്റാമോർഫിക് റോക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ തന്നെ എന്ത് ചെയ്യാം? നമ്മുടെ ഇഗ്നിയസ് റോക്കിനെ നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തു? പ്ലൂട്ടോണിക് റോക്കായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഹൈപ്പാ ബസാൾട്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, വോൾക്കാനിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇവിടെ എന്താണ്? സെഡിമെൻ്ററി റോക്കിന് നമുക്ക് വേണമെങ്കിൽ ഒരു സബ് ഡിവിഷൻ കൊടുക്കാം. എന്താണ്? റെസിജ്വൽ ഡെപ്പോസിറ്റ്, സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്, കെമിക്കൽ ഡെപ്പോസിറ്റ്, ഓർഗാനിക് ഡെപ്പോസിറ്റ്. ഇനി ആരാണ് ബാക്കിയുള്ളത്? നമ്മുടെ മെറ്റാമോർഫിക് റോക്കാണ്. സോ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെ ഓർമ്മയിൽ വെക്കാനായിട്ട് ഇത്തരത്തിലുള്ള സിമ്പിൾ ആൽഫബറ്റിക് ഡയഗ്രാംസും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൽഫബറ്റ്സിനെ, ഒരു സിംഗിൾ ആൽഫബറ്റ്സിനെ മാത്രം എടുത്തുകൊണ്ട് ആ ഒരു ചാപ്റ്ററിനെ കണക്ട് ചെയ്ത് ഓർത്തെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും, കോഡ്സ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. നമ്മുടെ മെറ്റാമോർഫിക് റോക്കിനെ കുറിച്ച് പഠിക്കാം. എന്താണ് മെറ്റാമോർഫിസം? എന്താണ് മെറ്റാമോർഫിക് റോക്ക്? മെറ്റാമോർഫിസം എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരാളുടെയും ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ് മെറ്റാമോർഫിസം എന്ന് പറയുന്നത്. നമ്മൾ ഒരാളും തന്നെ ഏറ്റവും ബെസ്റ്റ് വേർഷനിൽ ജനിക്കുന്ന ആളുകളല്ല, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്ട്സ് ആയിട്ട് ജനിക്കുന്നവരല്ല. നമുക്ക് എന്തെങ്കിലും ക്വാളിറ്റിയിൽ പോരായ്മകൾ ഉണ്ടാവാം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വേണം. ഡേ ടു ഡേ കഴിയുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? സെൽഫ് ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു വ്യക്തിയായിട്ട് മാറണം എന്ന് പറയാറുണ്ട് അല്ലേ? അതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഒരു മെറ്റാമോർഫിസം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? കൊക്കൂണിൽ നിന്നും അല്ലെങ്കിൽ ഒരു പുഴുവായിരുന്നിട്ട് പൂമ്പാറ്റയായിട്ട് മാറുന്ന പോലെ. അതുപോലെ തന്നെയാണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോക്കുകൾ മറ്റൊരു റോക്കായിട്ട് കൺവേർട്ട് ചെയ്യാം. എന്തെങ്കിലും സറൗണ്ടിങ്സിലെ കണ്ടീഷൻ കാരണം കൊണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോക്ക് മറ്റൊരു റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. ദീസ് റോക്സ് ആർ ഫോംഡ് ബൈ ദ ചേഞ്ചിങ് ദ ക്യാരക്ടർ ഓഫ് ദ പ്രീ എക്സിസ്റ്റിംഗ് റോക്ക് വെൻ ദ സബ്ജക്റ്റഡ് ടു ഗ്രേറ്റ് ഹീറ്റ് ആൻഡ് പ്രഷർ. നമ്മൾ അവിടെ ഒരു റെപ്രസെൻറ്റേഷനിൽ 2 റീസൺ കൊടുത്തു എന്നേ ഉള്ളൂ. മേ ബി ടെമ്പറേച്ചർ കൊണ്ടോ പ്രഷർ കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, സറൗണ്ടിങ് റീസൺസ് കാരണം കൊണ്ട് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന റോക്കിൽ നിന്നും മറ്റൊരു റോക്കിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
സോ ഇതിൻ്റെ പ്രത്യേകത ദീസ് ഫോംഡ് ഫ്രം ദ ഇഗ്നിയസ് റോക്കിൽ നിന്നോ സെഡിമെൻ്ററി റോക്കിൽ നിന്നോ ഫോം ചെയ്യാണ് ആസ് എ റിസൾട്ട് ഓഫ് ദ ആക്ഷൻ ഓഫ് ദ എർത്ത് മൂവ്മെൻറ്റ് കാരണം കൊണ്ടോ ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണം കൊണ്ടോ ലിക്വിഡ് പ്രഷർ കാരണം കൊണ്ടോ ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് ഇദ്ദേഹം ചേഞ്ച് ചെയ്ത് വരികയാണ്. ഇതാണ് ഈ പറയുന്ന മെറ്റാമോർഫിസം എന്ന് പറയുന്നത്. ദ റിസൾട്ടൻറ്റ് മാസ് മേ ഹാവ് ഫോളിയേറ്റഡ് സ്ട്രക്ചർ. നമ്മളെല്ലാവരും തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു എന്ത് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു, സെഡിമെൻ്ററി അല്ലേ, സെഡിമെൻറ്റ്സ് ആയിട്ടാണ് അടിഞ്ഞുകൂടുന്നത്. ഇവിടെ എന്താണ്, ഫോളിയേറ്റഡ് സ്ട്രക്ചറാണ് ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ സ്ലൈറ്റ് പറയാം, നിസ് പറയാം, ഷിസ്റ്റ് പറയാം. അതുപോലെ എന്താണ് ഓർ നോൺ ഫോളിയേറ്റഡ് സ്ട്രക്ചർ ആയിട്ടുള്ള മാർബിൾ, ക്വാർട്സൈറ്റ്, അതുപോലെ തന്നെ സെർപ്പൻറ്റൈൻ ഒക്കെ പറയുന്നുണ്ട്. ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ക്യാരക്ടർ ഈസ് കോൾഡ് മെറ്റാമോർഫിസം. ഇത്തരത്തിൽ എന്ത് ചെയ്യാണ്, ചേഞ്ചസ് ഉണ്ടാവുന്ന പ്രീ റോക്കിൽ നിന്നും പുതിയ റോക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ചേഞ്ച് ഉണ്ടാവുന്നതിനെ പറയുന്ന പേരെന്താണ്, മെറ്റാമോർഫിസം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഫോം ചെയ്യുന്ന എന്താവാം, ഫോളിയേറ്റഡ് സ്ട്രക്ചേഴ്സ് ആവാം, നോൺ ഫോളിയേറ്റഡ് സ്ട്രക്ചേഴ്സ് ആവാം. അതിന് രണ്ടെണ്ണത്തിനും എക്സാമ്പിൾസ് നമ്മൾ പറയുന്നുണ്ട്. ഈ എക്സാമ്പിൾസ് നിങ്ങൾ എഴുതിയെടുത്ത് വെക്കുക, പഠിക്കണം. ഇനി എക്സാമ്പിൾസ് ഓഫ് മെറ്റാമോർഫിക് റോക്ക്, ഇത്തരത്തിൽ ഉണ്ടാകുന്ന മെറ്റാമോർഫിക് റോക്കിന് എക്സാമ്പിൾസ് ആരൊക്കെയാണ്, മാർബിൾ പറയാൻ പറ്റും, ക്വാർട്സൈറ്റ് പറയാൻ പറ്റും, ലാട്രൈറ്റ് പറയാൻ പറ്റും, സ്ലൈറ്റ് പറയാൻ പറ്റും. ഈ കോമൺ എക്സാമ്പിൾസ് നമുക്ക് എപ്പോഴും എക്സാമിന് ആവശ്യം വരുന്ന എക്സാമ്പിൾസിനെ നോട്ട് ചെയ്തൊക്കെയാണ്. മാർബിൾ പറയാം, ക്വാർട്സൈറ്റ് പറയാം, ലാട്രൈറ്റ് പറയാം, സ്ലൈറ്റ് പറയാം. ക്ലിയർ ആണോ? മാർബിൾ, ക്വാർട്സൈറ്റ്, ലാട്രൈറ്റ്, സ്ലൈറ്റ് ആണ്. കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഈ മെറ്റാമോർഫിസത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഈ മെറ്റാമോർഫിസം സാധാരണയായിട്ട് നമുക്ക് എത്ര തരത്തിലുണ്ട്, 3 തരത്തിലുണ്ട്. പണ്ടൊന്നും ഈ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് എക്സാമിന് ചോദിച്ചിരുന്നില്ലെങ്കിൽ കൂടെ ഇപ്പോൾ ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ മാറ്റം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതിനെ ഓരോ പേരിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, തെർമൽ മെറ്റാമോർഫിസം. പേരിൽ തന്നെയുണ്ട് ഇൻഡിക്കേഷൻ, തെർമൽ. ഇവിടെ എന്താ കാരണം, മെറ്റാമോർഫിസം ഹീറ്റ് ആണ് പ്രിഡോമിനന്റ് ഫാക്ടർ എങ്കിൽ അദ്ദേഹത്തിന് പറയുന്ന പേരെന്താണ്, തെർമൽ മെറ്റാമോർഫിസം ആണ്. നെക്സ്റ്റ് വൺ ആണ് കാറ്റക്ലാസ്റ്റിക് മെറ്റാമോർഫിസം. ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഡയറക്റ്റ് പ്രഷർ കാരണം കൊണ്ടുണ്ടാകുന്ന മാറ്റം. പക്ഷേ ഇത് വേർഡിൽ നിന്ന് ഓർത്തു വയ്ക്കാൻ പറ്റുമോ? ഇല്ല. കാറ്റക്ലാസ്റ്റിക് മോർഫിസം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പ്രഷർ കാരണം കൊണ്ടുണ്ടാകുന്നതാണ് കാറ്റക്ലാസ്റ്റിക് മെറ്റാമോർഫിസം എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടെണ്ണവും കാരണമാവാം അല്ലേ, അതായത് ടെമ്പറേച്ചറും കാരണം കൊണ്ട് വരാം, പ്രഷറും കാരണം കൊണ്ട് ആര് വരാം, ഈ പറയുന്ന മെറ്റാമോർഫിസം നടക്കാം. സോ അദ്ദേഹത്തെ പറയുന്ന പേരെന്താണ്, ഡൈനാമോ തെർമൽ മെറ്റാമോർഫിസം. അതായത് ഇൻ ദിസ് ടൈപ്പ് ദ ചേഞ്ച് ഇൻ ക്യാരക്ടർ ഈസ് ഡ്യൂ ടു ദ ഹീറ്റ് ഇൻ കോമ്പിനേഷൻ വിത്ത് സ്ട്രെസ് ആണ്. ഓക്കെ, അതായത് ഹീറ്റ് ഇൻ കോമ്പിനേഷൻ വിത്ത് സ്ട്രെസ്. ഇവിടെ പ്രഷർ എന്ന് പറയുമ്പോൾ ഇവിടെ അതെന്തായി, സ്ട്രെസ് എന്ന് പറയാം. നമുക്ക് ഒരു രീതിയിൽ പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം, കമ്പൈൻഡ് ആയി. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് പറഞ്ഞു തന്നത്. ഇത് ഹീറ്റാണ്, ഇത് പ്രഷറാണ്, ഇത് കമ്പൈൻഡ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞു തന്നതാണ് എന്തെന്ന് പറയുന്നത്, തെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറും, കാറ്റക്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ പ്രഷറും, ഡൈനാമോ തെർമൽ എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് വേർഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഡൈനാമോ തെർമൽ എന്ന് പറയുമ്പോൾ ആക്ച്വലി വരുന്ന എന്താണ്, ടെമ്പറേച്ചറും വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, ഹീറ്റിൻ്റെയും അതുപോലെ സ്ട്രെസ്സിൻ്റെയും കോമ്പിനേഷൻ. പ്രഷർ അല്ലേ, സ്ട്രെസ് എന്താണ്, ഒരു സ്ട്രെസ് എന്താണ്, നമുക്കറിയാൻ പറ്റും, ലോഡ് ബൈ ഏരിയ. നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്, പ്രഷർ സ്ട്രെസ്, കുറച്ചും കൂടെ സ്ട്രെസ് അപ്ലൈ ചെയ്ത്, അതായത് സ്ട്രെസ്സിൻ്റെ റീസൺ. അപ്പോൾ ഒരു രീതിയിൽ പ്രഷർ അല്ലേ എന്ന് ചോദിച്ചാൽ പ്രഷറാണ്, പക്ഷേ എന്നിരുന്നാൽ കൂടെ കുറച്ചും കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാണ്. നമ്മുടെ സ്ട്രെസ് കാരണങ്ങൾ കൊണ്ടും ഹീറ്റ് ചേഞ്ച് കാരണങ്ങൾ കൊണ്ടാവുന്ന ആരാണ്, ഡൈനാമോ തെർമൽ മെറ്റാമോർഫിസ് ആണ്. ഇതിനേക്കാൾ കൂടുതൽ എക്സാമിന് ചോദിക്കുന്നത് ഈ പറയുന്ന പ്ലൂട്ടോണിക് മെറ്റാമോർഫിസത്തിനെയാണ്. കാരണം പേരിൽ നിന്നുള്ള പ്ലൂട്ടോണിക്കിനെ കൊണ്ട് നമുക്കിത് ഓർത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഓർത്തെടുക്കാനുള്ള വഴി പറഞ്ഞുതരാം. പ്ലൂട്ടോണിക്കിൻ്റെ പി എടുക്കുക. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ എന്ന് ആലോചിക്കുക, പ്രഷർ. പക്ഷേ ഓൾറെഡി പ്രഷർ ഇവിടെ വന്നതാണല്ലോ, ഓൾറെഡി പ്രഷർ ഇവിടെ വന്നതല്ലേ. അപ്പോൾ ഇവിടെ വെറും പ്രഷർ അല്ല വരുന്നത്. ഇവിടെ എന്താ പ്രഷർ വരുന്നത്, യൂണിഫോം പ്രഷറാണ് വരുന്നത്. ഇവിടെ എന്താ വരുന്നത്, യൂണിഫോം പ്രഷർ. ഇവിടെ യൂണിഫോം പ്രഷർ. ഓക്കെ, പ്ലസ് ആര് വരുന്നുണ്ട്, നമ്മുടെ യൂണിഫോം പ്രഷറും വരുന്നുണ്ട്, ഹീറ്റ് വരുന്നുണ്ട്. യൂണിഫോം പ്രഷറും ഹീറ്റ്, യൂണിഫോം പ്രഷർ ആൻഡ് ഹീറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന മെറ്റാമോർഫിസം എന്താണ്, പ്ലൂട്ടോണിക് മെറ്റാമോർഫിസം ആണ്.
ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന ആരായിരുന്നു? സ്ട്രെസ്സായിരുന്നു. സ്ട്രെസ്സും വരുന്നുണ്ട്, ഹീറ്റും വരുന്നുണ്ട്. ഇവിടെ ആര് വരുന്നുണ്ട്? യൂണിഫോം പ്രഷറും വരുന്നുണ്ട്, ഹീറ്റും വരുന്നുണ്ട്. പ്ലൂട്ടോണിക് മെറ്റാമോർഫിസം കുറച്ചും കൂടെ ഡെപ്തിലുള്ള ഒരു ഡിവിഷനാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് നോട്ടീസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ഇനി ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്ന മേഖലകൾ ഇതൊക്കെയാണ്. സോ അതുകൊണ്ട് ഈ 4 എണ്ണം കൂടെ പഠിച്ചിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സേഫ് സോണിലാണെന്ന് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ പറയുന്ന മെറ്റാമോർഫിക് റോക്കും കൂടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഒന്നും കൂടെ ഞാൻ നിങ്ങളെ ആ ഫ്ലോ ചാർട്ട്സിലൂടെ കൊണ്ടുപോവാണ്. ഫസ്റ്റ് റോക്കാണ്, ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ മാത്രമാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തിരുന്നത്. ഇഗ്നിയസ് റോക്ക് ഉണ്ട്, സെഡിമെൻ്ററി റോക്ക് ഉണ്ട്, മെറ്റാമോർഫിക് റോക്ക് ഉണ്ട്. ഇഗ്നിയസ് റോക്കിൽ ആരൊക്കെ വരുന്നുണ്ട്? നമ്മുടെ പ്ലൂട്ടോണിക് റോക്ക് വരുന്നുണ്ട്, ഹൈപ്പബസാൾട്ട് റോക്ക് വരുന്നുണ്ട്, വോൾക്കാനിക് റോക്ക് വരുന്നുണ്ട്. ഒരാൾ കൺസിഡറബിൾ ഡെപ്ത്, ഒരാൾ ഷാലോ ഡെപ്ത്, ഒരാൾ സർഫസിൽ വരുന്നതാണ്. GDB ആണ് എക്സാമ്പിൾ. സെഡിമെൻ്ററി റോക്ക് സെഡിമെൻസ് കൊണ്ട് ഫോം ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു നമ്മൾ. സാൻഡ് പഠിച്ചു, ലൈം സ്റ്റോൺ ഒക്കെ നമ്മളവിടെ പഠിച്ചു. ഇദ്ദേഹത്തിൽ നമ്മൾ കൊടുത്ത ഡിവിഷൻസ് എന്തൊക്കെയായിരുന്നു? റെസിജ്വൽ ഡെപ്പോസിറ്റ്, സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ എന്താണ് ഓർഗാനിക് ഡെപ്പോസിറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചു? അവിടെ പഠിച്ചു അല്ലേ. അപ്പം സെഡിമെൻ്ററി പഠിച്ചു, റെസിജ്വൽ പഠിച്ചു, ഓർഗാനിക് പഠിച്ചു, കെമിക്കൽ പഠിച്ചു. നെക്സ്റ്റ് വന്ന ആളായിരുന്നു മെറ്റാമോർഫിക്സ്. ഒരു മെറ്റാമോർഫിസം അല്ലെങ്കിൽ ഒരു ചേഞ്ചിങ് പ്രൊസീജിയർ. സോ ഈ ചേഞ്ചിങ് പ്രൊസീജിയർ വരേണ്ടാവുന്ന എക്സാമ്പിൾ ആർക്കായിരുന്നു? മാർബിൾ പഠിച്ചു അല്ലേ, ലാട്രൈറ്റ് പഠിച്ചു, ഷെയിലൊക്കെ പഠിച്ചു. ഇവിടെ അതിൻ്റെ ഒരു ഡിവിഷൻ എന്തായിരുന്നു? നമ്മുടെ തെർമൽ മെറ്റാമോർഫിസം, കാറ്റക്ലാസിക് മെറ്റാമോർഫിസം, ഡൈനാമോ തെർമൽ മെറ്റാമോർഫിസം, പ്ലൂട്ടോണിക് മെറ്റാമോർഫിസം. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു എൻറ്റയർ ഫ്ലോ ചാർട്ട് പഠിക്കണം. സോ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ്. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. സോ എന്ത് ചെയ്യുക? പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ഏതുവരെ പഠിച്ചേ? നമ്മുടെ മെറ്റാമോർഫിസം വരെയാണ് പഠിച്ചത് അല്ലേ. മെറ്റാമോർഫിസത്തിലെ ടൈപ്സും എങ്ങനെ മെറ്റാമോർഫിസം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഒരു റോക്കിൽ നിന്നും മാറ്റം വന്ന് മറ്റൊരു റോക്കായിട്ടാണ് എന്തുണ്ടാവുന്നത്? മെറ്റാമോർഫിക് റോക്ക് ഉണ്ടായെന്ന് പഠിക്കുമ്പം ഇതിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടാവുമല്ലോ അല്ലേ. ഇത്തരത്തിൽ മാറ്റം വന്ന കുറച്ച് റോക്കുകൾ ഉണ്ടാവും. സോ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഇത്തരത്തിൽ മാറ്റം വന്ന റോക്കുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ ഞാനിവിടെ ടാബ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് എക്സാമ്പിൾസ് ടാബ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഒറിജിനൽ റോക്കാണ്. ഏത് റോക്കിലാണ് ഉണ്ടായിരുന്നത് ആ റോക്കിൽ നിന്നാണ് എന്തായിട്ട് മാറിയത്? മെറ്റാമോർഫിക് റോക്കായിട്ട് കൺവേർട്ട് ചെയ്തത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഗ്രാനൈറ്റിന് മാറ്റം. അപ്പോൾ ഗ്രാനൈറ്റ് എവിടെ പെടുന്നതാണ്? GDR നമ്മുടെ GDBയിൽ നമുക്കറിയാൻ പറ്റും. നമുക്ക് എവിടെയാണ് ഗ്രാനൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ എവിടെ വരുന്നു നമുക്കറിയാം. അതിന് മാറ്റം വന്ന് എന്തുണ്ടായി? നിസ് ഉണ്ടായി. ഓക്കെ, സയനൈറ്റിന് മാറ്റം വന്നിട്ട് എന്തുണ്ടായത്? നിസ്സാണ് ഉണ്ടായത്. സാൻഡ് സ്റ്റോൺ സെഡിമെൻ്ററി റോക്കായിരുന്നു, മാറ്റം വന്ന് ആരുണ്ടായി? ക്വാർട്സൈറ്റ് ആയിട്ട് മാറി. ലൈം സ്റ്റോൺ മാറ്റം വന്ന് ആരായി മാറി? മാർബിൾ അല്ലെങ്കിൽ ഷിസ്റ്റ് ആയിട്ട് മാറി. മാള് മാറ്റം വന്നിട്ട് എന്തായി? മാർബിളായിട്ട് മാറി. ഷെയില് മാർബിൾ മാറ്റം വന്നിട്ട് എന്തായി? സ്ലേറ്റ് ആയിട്ട് മാറി. ശ്രദ്ധിക്കുക, ഷെയില് സ്ലേറ്റ് ആയിട്ട് മാറി. മഡ് സ്റ്റോൺ മാറ്റം വന്നിട്ട് എന്തായി? സ്ലേറ്റ് ആയിട്ട് മാറി. ഡോളോമൈറ്റ് മാറ്റം വന്നിട്ട് എന്തായി? മാർബിളായിട്ട് മാറി. ഡോളോറൈറ്റ് മാറ്റം വന്നിട്ട് എന്തായി? ബസാൾട്ട് ആയിട്ട് മാറി. ഫെൽസൈറ്റ് മാറ്റം വന്നിട്ട് എന്തായി? ടഫ് ഷിസ്റ്റ് അല്ലെങ്കിൽ സ്ലേറ്റ് ആയിട്ട് മാറി. കോൺക്ലോമറൈറ്റ് മാറ്റം വന്നിട്ട് എന്തായി? നിസ് അല്ലെങ്കിൽ ഷിസ്റ്റ് ആയിട്ട് മാറി. ഓക്കെ ആണോ? സോ ടേബിളിൽ ഒരുപാടുണ്ട്, പക്ഷെ പല സമയത്തും പല റേഞ്ച് ഓഫ് എക്സാം, SSC ആയിക്കൊള്ളട്ടെ മറ്റേതെങ്കിലും ലെവൽ ഓഫ് എക്സാംസ് ആയിക്കൊള്ളട്ടെ, പല രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള കാരണം കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇതൊന്ന് ടാബ്ലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ജസ്റ്റ് വായിക്കാനായിട്ട് ശ്രമിക്കുക. സ്ഥിരമായിട്ട് ചോദിക്കുന്നത് നിസ്സൊക്കെ ചോദിക്കാറുണ്ട്. നിസ് ഏത് കാറ്റഗറിയിൽ പെടുന്നു? മെറ്റാമോർഫിക് റോക്കാണ്. സ്ലേറ്റ് ഏതാണ്? മെറ്റാമോർഫിക് റോക്കാണ്. മാർബിൾ ഏതാണ്? മെറ്റാമോർഫിക് റോക്കാണ്. അതുപോലെ ഷിസ്റ്റ് ഏതാണ്? മെറ്റാമോർഫിക് റോക്കാണ് എന്നുള്ള കാര്യങ്ങൾ പഠിച്ച് വെക്കുക. ഏതിൽ നിന്നാണ് മാറ്റം വന്നതെന്നൊരു മാച്ച് ദ ഫോളോവിങ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ, അസർഷൻ റീസണൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടിരിക്കണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ നീറ്റായിട്ട് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. വിത്ത് എക്സാമ്പിൾസ് സഹിതം നമ്മളെല്ലാം വൈൻഡപ്പ് ചെയ്തു. നമ്മുടെ ഫ്ലോ ചാർട്ട് കഴിഞ്ഞോ? ഇല്ല. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കഴിഞ്ഞുള്ളൂ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനും കെമിക്കൽ ക്ലാസിഫിക്കേഷനും ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. സോ നമുക്ക് ആ ക്ലാസിഫിക്കേഷനിലേക്ക് പോയാലോ. നെക്സ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ലേ, നമ്മൾ മനുഷ്യരെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട് അല്ലേ.
ബോഡി ഷേമിംഗ് ഒക്കെ വളരെ മോശമായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും എല്ലാവരും ഫിസിക്കൽ അപ്പിയറൻസിനെ വെച്ച് ക്ലാസിഫൈ ചെയ്യും. ഇതും ഒരു തരത്തിൽ ഫിസിക്കൽ അപ്പിയറൻസിനെ വെച്ച് ഇദ്ദേഹത്തെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് റോക്കിൻ്റെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റോക്കിനെ എങ്ങനെയാണ് ഫിസിക്കൽ അപ്പിയറൻസിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗമാണ് അല്ലേ. നമ്മൾ റോക്കിനെ ചെത്തിയെടുക്കണം അല്ലെങ്കിൽ റോക്കിനെ അടർത്തിയെടുക്കണം. അതിൻ്റെ ഈസിനെസ്സിലായിരിക്കും നമുക്ക് മാർബിളും ലൈം സ്റ്റോണൊക്കെ നല്ലതാണോ, ഗ്രാനൈറ്റൊക്കെ നല്ലതാണോ, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടൂല്ല എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ട്രാറ്റിഫൈഡ് ആയിട്ടാണോ, ഒരു ലെയർ ആയിട്ടാണോ ഫോം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലെയറിലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്, അത്തരത്തിൽ നോക്കുന്നതാണ് ഇവിടുത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ സ്ട്രാറ്റിഫൈഡ് റോക്കാണ്, നെക്സ്റ്റ് വൺ അൺസ്ട്രാറ്റിഫൈഡ് റോക്കാണ്, തേർഡ് വൺ ഫോളിയേറ്റഡ് റോക്കാണ്. ഈ 3 ടേമും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ട് മുമ്പ് പഠിച്ച ഡെഫിനേഷൻസിലെല്ലാം തന്നെ നമ്മൾ ഓരോന്നിനും പറയുമ്പോൾ ഇത് ഫോളിയേറ്റഡ് ആണ്, ഇത് സ്ട്രാറ്റിഫൈഡ് ആണ്, നോൺ സ്ട്രാറ്റിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്താണെന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ട്. എന്നാലും ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ സ്ട്രാറ്റിഫൈഡ്, സ്ട്രാറ്റ എന്നെടുക്കുക. സ്ട്രാറ്റ ഇത് സ്ട്രാറ്റമായിട്ട് ഫോം ചെയ്തിരിക്കുക. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ലെയറായിട്ട് എന്ത് ചെയ്യാണ്, ഫോം ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അവയെ എന്ത് പറയാം, സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറയാം. Show distinct layer along which the rock can be split. The example are sandstone, limestone, shale, slate. ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയറായിട്ട് നമുക്ക് അവയെ എന്ത് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു എക്യുപ്മെൻറ്റ് വെച്ച് അങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ എന്ത് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത് തട്ട് കൊടുത്ത് എന്താണ്, അടുത്ത ലെയർ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ലെയറായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തെ എന്ത് പറയുന്നു, സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറയുന്നു. അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഷോ എനി സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് കനോട്ട് ബി ഈസിലി സ്പ്ലിറ്റ് ഇൻ ടു തിൻ ലെയേഴ്സ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്, ഗ്രാനൈറ്റ്, ബസാൾട്ട്, ട്രാപ്പ് അല്ലേ. അപ്പോൾ ഗ്രാനൈറ്റ്, ബസാൾട്ട്, ട്രാപ്പ് ഞാനിതാ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ഇഗ്നിയസ് റോക്കാണ്, മോൾട്ടൺ മാഗ്മ ഉറഞ്ഞുണ്ടാവുന്നതാണ്. അപ്പോൾ വലിയ അഗ്നിപർവ്വതത്തിൻ്റെ സ്ഫോടന ഫലമായിട്ട് ഇംഗ്ലീഷ് സിനിമയെ കൊണ്ട് ലാവ ഇങ്ങനെ നമ്മൾ ഉരുകി വന്ന ലാവ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് തണുത്തുറഞ്ഞാൽ വലിയൊരു ഹ്യൂജ് മാസായി അവിടെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് തട്ടുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് പൊളിഞ്ഞു വരും. നല്ല പാടായിരിക്കും അല്ലേ പൊളിച്ചെടുക്കാനായിട്ട്. കാരണം എന്താണ്, എല്ലാം ഉരുകി ചേർന്ന് കട്ടയായിട്ടിരിക്കുകയാണ്. അതാണ് അൺസ്ട്രാറ്റിഫൈഡ് എന്ന് പറയുന്നത്. സോ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, ഗ്രാനൈറ്റ്, ബസാൾട്ട്, ട്രാപ്പ്, അതൊക്കെ എന്താണ്, ഇഗ്നിയസ് റോക്കിലാണ് വരുന്നത്. ശരിയല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് ഒരു പ്രത്യേക ലെയറിലൂടെയോ പ്രത്യേക ലെയറായിട്ടോ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത ആരെയാണ്, അൺസ്ട്രാറ്റിഫൈഡ്. അങ്ങനെ ലെയറാക്കാൻ പറ്റുന്ന ആരായിരുന്നു, സെഡിമെൻ്ററി റോക്കായിരുന്നു. കാരണം സെഡിമെൻസ് ആയിട്ട് ലെയറായിട്ടാണ് ഓടിയത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ, ഇവിടെ വരുന്ന ലൈം സ്റ്റോൺ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. പക്ഷേ കൂട്ടത്തിൽ പെടാത്ത മാർബിളും സ്ലൈറ്റും കിടക്കുന്നുണ്ട്. അദ്ദേഹം എവിടെയാണ്, മെറ്റാമോർഫിക്കിലും കൂടെ പെടുന്ന ഒരാളാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഫോളിയേറ്റഡ് റോക്ക് എന്ന് പറയുന്നത് അല്ലേ. ഫോളിയേറ്റഡ് റോക്ക് എന്താണ്, ഈ ഫോളിയേറ്റഡ് റോക്കിൻ്റെ പ്രത്യേകത? ഫോളിയേറ്റഡ് റോക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാവ് എ ടെൻഡൻസി ടു സ്പ്ലിറ്റ് അപ്പോൺ ഓൺലി ഇൻ എ ഡയറക്ഷൻ. ഒരു പ്രത്യേക ഡയറക്ഷനിൽ മാത്രമേ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. മോസ്റ്റ് ഓഫ് ദ മെറ്റാമോർഫിക് റോക്ക് ഹാവ് ഫോളിയേറ്റഡ് സ്ട്രക്ചേഴ്സ് എക്സെപ്റ്റ് ഫോർ ക്വാർട്സൈറ്റ് ആൻഡ് മാർബിൾ വിച്ച് ഹാവ് ഗ്രാനുലോസ് സ്ട്രക്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇത് രണ്ടും സ്ട്രാറ്റയാക്കാൻ പറ്റും, സ്ട്രാറ്റയാക്കാൻ പറ്റില്ല. ഇതൊരു വലിയൊരു ഹ്യൂജ് മാസമായിട്ട് പരിഗണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹ്യൂജ് മാസം വലിയൊരു റോക്കാണെന്ന് വിചാരിക്കുക. ഈ റോക്കിൻ്റെ ഒരു സൈഡിൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് കൊടുത്ത് ഞാൻ കട്ട് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഡയറക്ഷനിൽ മാത്രമാണ് അദ്ദേഹം സ്പ്ലിറ്റ് ആയിട്ട് വരുള്ളൂ. ലെയർ ആയിട്ടല്ല, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലെയിനാണ്, ഞാൻ ഇവിടെ തട്ടുമ്പോൾ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് അത് പോവുള്ളൂ, സ്പ്ലിറ്റ് ആയിട്ട് പോവാണ്. അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രം മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്ന അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ഫോളിയേറ്റഡ് റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റാമോർഫിക് റോക്സ് ആണ് സാധാരണയായിട്ട് ഫോളിയേറ്റഡ് റോക്കിൽ വരിക. നമ്മൾ തൊട്ട് മുമ്പും പറഞ്ഞിരുന്നതിൽ ഡിഫൈൻ ചെയ്തിരുന്നു. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, അതിൽ തന്നെ കുറച്ച് ആളുകൾ ഈ ഫോളിയേറ്റഡ് അല്ലാത്ത ബിഹേവിയർ കാണിക്കാറുണ്ട്. ക്വാർട്സൈറ്റ്, മാർബിൾ തുടങ്ങിയവയെല്ലാം തന്നെ ഇതിനൊരു എക്സെപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ പറയാം. അതായത് കൂടുതൽ ആളുകളും ഫോളിയേറ്റഡ് ആണ്, എക്സെപ്റ്റ് ആരൊക്കെയാണ്, ക്വാർട്സൈറ്റ്, മാർബിൾ. ക്ലിയർ ആണോ? സോ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ എവിടെയൊക്കെയാണ് വരുന്നത്, സ്ട്രാറ്റിഫൈഡ് റോക്ക്, അൺസ്ട്രാറ്റിഫൈഡ് റോക്ക്, ഫോളിയേറ്റഡ് റോക്ക്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്. അതിന് എക്സാമ്പിൾസ് ആണ് എപ്പോഴും ഓർത്ത് വെക്കേണ്ടത്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ കോഡ് വരുന്നത് എന്താണ്, നമ്മുടെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ പി ആണ് വരുന്നത്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ പി വരുന്ന സമയത്ത് സ്ട്രാറ്റിഫൈഡ് വരുന്നുണ്ട്, അൺസ്ട്രാറ്റിഫൈഡ് വരുന്നുണ്ട്, ഫോളിയേറ്റഡ് വരുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇത് ക്ലബ് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. ഇതൊക്കെ ഉപയോഗം വരും, വല്ല കോഡ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗം വരും. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കെമിക്കൽ ക്ലാസിഫിക്കേഷനിലേക്ക് കിടക്കാം. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരിക്കും? കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരിക്കും നോക്കുമ്പോൾ, കെമിക്കലിൽ വരുന്ന എന്തൊക്കെയാണ്? കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പം അതിൻ്റെ കെമിക്കൽ അപ്പിയറൻസിനെ ബേസ് ചെയ്ത്, അതിലുള്ള കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് നമ്മുടെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ റോക്കിലെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിരുന്നാലും അതിലുള്ള കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളെ കണക്കാക്കിയിട്ടാണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത്. ഈ ക്ലാസിഫിക്കേഷനെ വിളിക്കുന്ന പേര് എന്താണ്? സയൻറ്റിഫിക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ക്ലാസിഫിക്കേഷൻ എന്നും കൂടെ ഇദ്ദേഹത്തെ വിളിക്കാറുണ്ട്. സയൻറ്റിഫിക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കാറുണ്ട്. സയൻറ്റിഫിക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ക്ലാസിഫിക്കേഷൻ പ്രകാരം സിലീഷ്യസ് റോക്ക്, ആർജിലീഷ്യസ് റോക്ക്, കൽക്കേരിയസ് റോക്ക് എന്ന് 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പേരിൽ തന്നെയുണ്ട് സിലീഷ്യസ്, സിലിക്ക പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ, ആർജിലേഷ്യസ്, ക്ലേ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ, കൽക്കേരിയസ്, ലൈം പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്. ക്ലിയർ അല്ലേ? ഇതുവരെ പഠിച്ച ചാപ്റ്റേഴ്സ് നമുക്ക് ഇതൊക്കെ പേരറിയാം. ആർജിലേഷ്യസ് എന്ന് പറഞ്ഞാൽ ക്ലേ ആണെന്നറിയാം, കൽക്കേരിയസ് എന്ന് പറഞ്ഞാൽ ലൈം ആണെന്നറിയാം. സോ പ്രിൻസിപ്പൽ കൺസിസ്റ്റുവൻറ്റ് സിലിക്ക, ഓക്സൈഡ് ഫോമിലാണ് കേട്ടോ കാണിച്ചത്. സിലിക്ക ആണെങ്കിൽ അതെന്താണ്? സിലീഷ്യസ് റോക്ക് ആണ്. എക്സാമ്പിൾ ആരൊക്കെയാണ്? സാൻഡ് ആണ്. ദ റോക്സ് ആർ വെരി ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ ആയിരിക്കും. ഇങ്ങനത്തെ റോക്സ് എന്താണ്? നല്ല ഹാർഡും ഡ്യൂറബിൾ. കാരണം എന്താണ്? സിലിക്കയല്ലേ, ഹാർഡ്നെസ് കൊടുക്കുന്ന ആളല്ലേ, ഹാർഡ്നെസ് ആൻഡ് ഡ്യൂറബിൾ ആയിരിക്കും. ഗ്രാനൈറ്റ്, ബസാൾട്ട്, ട്രാപ്പ്, ക്വാർട്സൈറ്റ്, ജിനിസ് ആൻഡ് സയനൈറ്റ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ട കാര്യം, സിലിക്ക കൂടുതലാവുക പറയുമ്പോൾ നല്ലൊരു ബിഹേവിയർ ആണ്. നല്ല സിലിക്ക കണ്ടന്റ് ഉണ്ടെങ്കിൽ നല്ല സ്ട്രെങ്ത്തും ഷേപ്സും പ്രോപ്പർട്ടീസും ഒക്കെ കിട്ടും. അവയുടെ എക്സാമ്പിൾ നോക്കുമ്പോഴും അറിയാം, ഗ്രാനൈറ്റ്, ബസാൾട്ട്, ട്രാപ്പ് ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത് പറയുന്ന ആർജിലീഷ്യസ് ആണ്. എന്താണ്? മണ്ണിൻ്റെ കണ്ടന്റ്, ക്ലേയുടെ കണ്ടന്റ് കൂടുതലുള്ളത്. പ്രിൻസിപ്പൽ കൺസിസ്റ്റന്റ് ആരാണ്? Al2O3. അലുമിനിയല്ലേ ക്ലേയിൽ വരുന്നത്. സോ Al2O3 ഇതും ഓക്സൈഡ് ഫോമിലാണ്. ഇതിൽ ഹാർഡാണ്, പക്ഷെ പൊട്ടിപ്പോവും. ക്ലേ ഒക്കെ കട്ട പിടിച്ചാൽ ഹാർഡാണോ വെച്ചാൽ ഹാർഡാണ്, പക്ഷെ എന്താണ്? പെട്ടെന്ന് പൊട്ടിപ്പോവും. എക്സാമ്പിൾ എന്താണ്? സ്ലേറ്റും ലാട്രൈറ്റും ആണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. സ്ലേറ്റ്, ലാട്രൈറ്റ്. നെക്സ്റ്റ് വരുന്ന കാൽക്കേരിയസ് റോക്ക് ആണ്. പ്രിൻസിപ്പൽ കൺസിസ്റ്റുവൻറ്റ് ലൈമാണ്, ലൈം സ്റ്റോൺ. നമുക്ക് പേരിൽ തന്നെ കിട്ടും, ലൈം സ്റ്റോൺ. മാർബിൾ എക്സാമ്പിളാണ്, ഡോളോമൈറ്റ് എക്സാമ്പിളാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ 3 എണ്ണത്തിൻ്റെയും എക്സാമ്പിളാണ്. സ്ഥിരം ചോദിക്കുന്നത് ഈ കാൽക്കേരിയസ് റോക്കിൻ്റെ എക്സാമ്പിൾസ് വെച്ചാണ്. മാർബിൾ, ലൈം സ്റ്റോൺ ചിലപ്പോൾ ചോദിക്കില്ല, കാരണം ലൈം സ്റ്റോണും കാൽക്കേരിയസും നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്ലൈറ്റ് ആൻഡ് ലാട്രൈറ്റ് എന്താണ്? ആർജിലീഷ്യസ് ആണ്. ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്ന് പറയുന്നത് എന്താണ്? സിലീഷ്യസ് റോക്കാണ്. ക്ലിയർ ആണോ? സോ ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് ഫുൾ ഫ്ലോ ചാർട്ട് നിങ്ങളുടെ എൻ്റയർ മൈൻഡിലേക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. നോട്ട് ബുക്സ് അടച്ച് വെക്കുക, എല്ലാം അടച്ചു വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈനിൽ കാണുന്ന സമയത്ത് ലാപ്പിലായിക്കോട്ടെ ഫോണിലായിക്കോട്ടെ ഹെഡ്സെറ്റ് വെച്ച് കണ്ണടച്ച് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ കണ്ണടച്ച് ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ 2 കൈ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഹെഡ്സെറ്റിന് മുകളിലോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അതിന് മുകളിൽ വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൈകൾ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് ജസ്റ്റ് നിങ്ങൾ നെറ്റിയിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടു ഫോക്കസ് അല്ലെങ്കിൽ ടു പോയിന്റ്. ഒരുപാട് ചിന്തകൾ നടക്കുന്ന സമയത്ത് ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൈകൾ രണ്ടും ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ വെക്കുക. പരമാവധി ഇവിടെ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കീപ്പ് ചെയ്തതിന് ശേഷം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. റോക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. റോക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ മെയിനായിട്ടും 3 രീതിയിലാണ് ചെയ്യുന്നത്. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. നിങ്ങളുടെ മൈൻഡിൽ ഫ്ലോ ചാർട്ട് വരച്ചുകൊണ്ടിരിക്കണം. റോക്ക് 3 ഡിവിഷൻസ് കൊടുത്തു. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എങ്ങനെ റോക്ക് ഫോം ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയ ക്ലാസിഫിക്കേഷൻ. അതിൽ എഗെയിൻ 3 ഡിവിഷൻ: ഇഗ്നിയസ് റോക്ക്, സെഡിമെൻ്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക്. ഓക്കെ ആണോ? ഇഗ്നിയസ് റോക്ക് എഗെയിൻ സബ് ഡിവൈഡ് ചെയ്യുന്നു: പ്ലൂട്ടോണിക്, ഹൈപ്പാബസാൾട്ട്, വോൾക്കാനിക്. പ്ലൂട്ടോണിക് കൺസിഡറബിൾ ഡെപ്തിലേക്ക് എന്ത് ചെയ്യാണ്, മാഗ്മ കൂടുന്നു, തണുത്തുറയുന്നു. ഷാലോ ഡെപ്ത് ആണെങ്കിൽ എന്താണ്, ഹൈപ്പാബസാൾട്ട്. സർഫസിലാണെങ്കിൽ എന്താണ്, നമ്മുടെ വോൾക്കാനിക്. GDB എക്സാമ്പിളാണ്, ഗ്രാനൈറ്റ്, ഡോളോമൈറ്റ്, ബസാൾട്ട്. നെക്സ്റ്റ് സെഡിമെൻ്ററി റോക്കാണ്. സെഡിമെൻറ്റ്സ് അടിഞ്ഞുകൂടി ഫോം ചെയ്യുന്നതാണ്. അക്വസ് റോക്ക് എന്നും പറയാറുണ്ട്. ക്ലാസിഫിക്കേഷൻ: റെസിജ്വൽ ഡെപ്പോസിറ്റ്, സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്, കെമിക്കൽ ഡെപ്പോസിറ്റ്, ഓർഗാനിക് ഡെപ്പോസിറ്റ്സ്. നെക്സ്റ്റ് എന്താണ്, മെറ്റാമോർഫിക് ആണ് വരുന്നത്.
മെറ്റാമോർഫിക്കിൽ വരുമ്പോൾ എക്സിസ്റ്റിംഗ് റോക്കിന് മാറ്റം വന്നിട്ടുള്ള റോക്കാണ് മെറ്റാമോർഫിസം സംഭവിച്ചാണ്. അവിടെ എന്ത് പറയുന്നു? നമ്മുടെ കാറ്റക്ലാസിക് മെറ്റാമോർഫിസം പറയുന്നുണ്ട്, തെർമൽ മെറ്റാമോർഫിസം പറയുന്നുണ്ട്, അല്ലേ, കമ്പൈൻഡ് മെറ്റാമോർഫിസം പറയുന്നുണ്ട്, ലാസ്റ്റ് നമ്മുടെ എന്താണ് 4 മെറ്റാമോർഫിസംസ് അവിടെ പറയുന്നുണ്ട്, അല്ലേ. തെർമൽ മെറ്റാമോർഫിസം, അതുപോലെ തന്നെയാണ് കാറ്റക്ലാസിക് മെറ്റാമോർഫിസം പറയുന്നുണ്ട്, ഡൈനാമോ തെർമൽ മെറ്റാമോർഫിസം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം മെറ്റാമോർഫിസത്തിനെ കുറിച്ചും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ആലോചിച്ച് വയ്ക്കുക. നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, നേരെ പോവുകയാണ്, നമ്മുടെ ഏതിലേക്ക് പോവുകയാണ്, നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണ്. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹമാണ് നമ്മുടെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. സ്ട്രാറ്റിഫൈഡ് റോക്ക്, ക്ലിയർ കട്ടായിട്ട് ഒരു ലെയറായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് നമുക്ക് ക്ലിയർ കട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോളിയേറ്റഡ് റോക്ക് ഒരു ഡെഫിനിഷനിൽ മാത്രം, ഒരു പ്രത്യേക ഡയറക്ഷനിൽ മാത്രം സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ കാൽക്കേരിയസ്, നമ്മുടെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. എഞ്ചിനീയറിംഗ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്നു. നമ്മുടെ കാൽക്കേരിയസ് റോക്ക്, അർജിലീഷ്യസ് റോക്ക്, സിലീഷ്യസ് റോക്ക്, സിലിക്ക പ്രിഡോമിനൻറ്റ്, അലുമിന പ്രിഡോമിനൻറ്റ്, എല്ലാം ഓക്സൈഡ് ഫോമിലാണ്. SiO2 പ്രിഡോമിനൻ്റ് ആണ്, Al2O3 പ്രിഡോമിനൻ്റ് ആണ്. മറ്റൊരുത്താണെങ്കിൽ CaO കാൽഷ്യം ഓക്സൈഡ് പ്രിഡോമിനൻ്റ് ആണ്. എക്സാമ്പിൾ ഗ്രാനൈറ്റ് ബസാൾട്ട് ആണ് സിലീഷ്യസ് റോക്കിന്, സ്ലൈറ്റ് ലാറ്ററൈറ്റ് ആണ് ആർജിലീഷ്യസ് റോക്കിന്, ലൈം സ്റ്റോൺ മാർബിൾ ആണ് കാൽക്കേരിയസ് റോക്കിന്. ഇത്രയും ഒരു ഓവർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണ് തുറക്കുക, ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫിക്കേഷൻ വൈൻഡപ്പ് ചെയ്ത് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം.